നമ്മുടെ കർത്താവിനോട് ഒരു വർഷം കൂടെ നമ്മൾ അടുത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ വേഗം വരാൻ പോവാ. ഒരു കരമുയർത്തി എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വർഷം കൂടെ അടുത്ത വീട്ടിലുള്ളവർക്ക് ഒരു വർഷം കൂടെ എന്റെ പപ്പായെ കാണുന്ന ദിവസം അടുത്തിരിക്കുക. ഒന്ന് പറഞ്ഞ് ഒരു വർഷം കൂടെ. ഓ, ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. കരമുയർത്തി കോടാകൂടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരും നിലാവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. കോടാകൂടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരും നിലാവിൽ. എല്ലാവരും എഴുന്നേറ്റ് കരങ്ങൾ വീശി. ഓ, തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നതിനായി നന്ദി അപ്പ, നന്ദി അപ്പ, നന്ദി കർത്താവേ. കർത്താവെ, 2 വർഷം ഭീതിയിലൂടെ ലോകം പോയപ്പോൾ ഞങ്ങളെ നടത്തിയല്ലോ, ഞങ്ങളെ സർവൈവ് ചെയ്യിച്ചല്ലോ. ഞങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് നന്ദി കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്തേ ഒക്കത്തുള്ളൂ. തങ്കുബ്രദറിന്റെ സന്ദേശം, പുതുവത്സര സന്ദേശത്തിന് നമ്മളെല്ലാം ഇങ്ങനെ ചാർജായിട്ടായിരിക്കുന്ന, പക്ഷേ നമ്മൾ നെഹ്റു സ്റ്റേഡിയത്തിൽ കൂടുന്നതിനേക്കാൾ ലക്ഷങ്ങളിൽ നിന്ന് ഒന്നിച്ചു കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കോവിഡ് പീരീഡിലും വലിയ നേട്ടങ്ങൾ കൊയ്തു ബെന്നി ബ്രദറെ. അതുകൊണ്ട് നമ്മൾ സാറിന് എല്ലാ വർഷവും ഒരു അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുക്കും. +2 അതുപോലെ SLCക്ക്, ഡിഗ്രിക്ക്, പല സ്ഥലത്ത് അവർ ഉന്നത വിജയം നേടിയവർ ഡോക്ടറേറ്റ് കിട്ടും. ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും അവർക്കുണ്ടായി. അതിൻ്റെ ഒരു ഫൈനൽ വീഡിയോ ഫുൾ നമ്മുടെ സഭയിൽ നിന്ന് അച്ചീവ്മെൻ്റ് കിട്ടിയ മുഴുവൻ പേരുടെയും വീഡിയോ നമ്മുടെ തങ്കുബ്രദറിൻ്റെ സന്ദേശത്തിന് ശേഷം ഉണ്ടായിരിക്കും. അതെല്ലാം കൂടി ഇപ്പോൾ കാണിച്ചാൽ നമുക്ക് ടൈം കുറവല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അച്ചീവ്മെൻ്റ് അവാർഡിൻ്റെ ഒരു വീഡിയോയുടെ തുടക്കം ഒന്ന് കാണാം. ബെന്നി ബ്രദറെ, നമ്മുടെ പിള്ളേരൊക്കെ ഓരോ ഉന്നതികളിൽ, നമ്മുടെ എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു സാക്ഷ്യം നമ്മുടെ ഗൗരിമോള് ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞതാ. ഗൗരിമോള് ഗുഡ് ഫോർ നത്തിങ്. എന്നാൽ അവള് കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മുടെ ഇതിന് CBSEക്ക് അല്ല SLCക്ക് 1200 +2 കൊമേഴ്സില് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 1200 മാർക്ക് മേടിച്ചു ഗൗരിമോള്. അതുപോലെ കണ്ണനോട് പറഞ്ഞത് ABCD പോലും അറിയാമല്ലായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ വലിയ വിദ്യാഭ്യാസം, OET ഇതെല്ലാം ചെയ്യാണ് കണ്ണൻ. വലിയ സ്ഥാപനം നടത്തുകയാണ്. കണ്ണന്റെ അവസ്ഥ നമുക്കറിയാം. ചെരുപ്പ് പോലും ചുവയിടാൻ, അത് കാപ്പിയിലൊക്കെ ചെരുപ്പിനകത്ത് കഴിഞ്ഞിടത്ത് വെച്ചുകൊണ്ട് നടന്ന കണ്ണന്റെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? ഇന്ന് multi-million ഒരു ബിസിനസ് നടത്തുന്നു. മാത്രമല്ല ഇംഗ്ലീഷിന്റെ BSc, BA, MA, MPhil ഇതിനെല്ലാം ഇവരോടെല്ലാം ഈ പിള്ളേരോടെല്ലാം ചോദിച്ചാൽ ഒറ്റ പേര് വിളിച്ചു പറയുന്ന കാരണം യേശു. യേശു ചെയ്ത ഇന്ന് രാവിലെ ഞങ്ങൾ റൈസ് ആൻഡ് ഷൈൻ കഴിഞ്ഞപ്പോൾ ജുബിൻ ഒരു നമ്മുടെ തലമുറയെ കുറിച്ചൊരു വചനം കർത്താവ് തന്നല്ലോ, ഒന്ന് പറഞ്ഞേ. അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തായിരുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഐ വിൽ മേക്ക് യു നേഷൻ, ഒരു രാഷ്ട്രമാക്കും. അബ്രഹാമിന്റെ മകനായിരുന്നു ഇസഹാക്ക്. ഇസഹാക്കിന്റെ മകൻ രാഷ്ട്രമായില്ല. ഇസഹാക്കിന്റെ കാലത്തും രാഷ്ട്രമായില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന് 12 മക്കളുണ്ടായി. ആ യാക്കോബിനെ ഇസ്രായേൽ എന്ന് വിളിച്ചു. ഇന്നും ഇസ്രായേൽ എന്ന് കേട്ട ലോകം ഞെട്ടും. അപ്പം ജുബിൻ ഇതാ പറഞ്ഞത്,
ഇത് ആകാൻ മൂന്നാം തലമുറയിലാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ബെന്നി ബ്രദറും നമ്മുടെ ഗവർണേഴ്സ് എല്ലാം ഉണ്ട്, നമ്മുടെ ഡയോസിസ് പാസ്റ്റർ ഉണ്ട്. ഈ തലമുറ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ തലമുറയുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കൊന്ന് കരുവെടുത്ത് വെച്ച് ഇവരൊരു രാഷ്ട്രമാവും. ഹെവൻലി വിഷനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ, ലോക രാജ്യങ്ങൾ ഉണർവ് കാണുമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളുടെ കയ്യാൽ, ഈ ശമൂവേൽ ഊട്ടിയെ കൊണ്ട്, ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്, ഇവിടെ നിൽക്കുന്ന ഈ വിനീതിനെ കൊണ്ട്, ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെ കൊണ്ട് നടക്കും. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് ചേർത്തൊരു ഹല്ലേലൂയ പറഞ്ഞു. അതാണ് അച്ചീവ്മെന്റ്. സോ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ തന്നെ വലിയ അച്ചീവ്മെന്റ് ഒന്നും പറ്റിയില്ല, ക്ലാസ് കിട്ടിയില്ല, മാർക്ക് കുറഞ്ഞു പോയി, ഒന്നും പേടിക്കണ്ട. അതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഞങ്ങളുടെയൊക്കെ നമ്മുടെ ഉണർവിനകത്ത് ആദ്യം വന്ന പലരും മാർക്കും പോയി, ബിസിനസ്സും പോയി, എല്ലാം തകർന്നു. എന്നും കൊണ്ട് പഠിക്കാതിരുന്നേക്കരുത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പഠിച്ചോണം, ഉന്നത സ്ഥാനങ്ങളിൽ എവിടെ ചെന്നാലും നമ്മൾ ആരെ ഉയർത്തും. ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞേ. ഈ സമയത്ത് നമ്മുടെ IAS കോച്ചിങ് നടക്കുകയാണ്. നമ്മുടെ പിള്ളേരെല്ലാം പഠിച്ചു, അവരെല്ലാം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നമ്മൾ ജനുവരി 1 കടക്കുമ്പോൾ ഇനി ചില മിനിറ്റുകളെ ഉള്ളൂ പുതുവർഷത്തിലേക്ക് 2022. ജാനുവരി 1 നടന്നൊരു വലിയ അത്ഭുതം അല്ലേ നവീൻ ബ്രദറെ? അതിന്റെ സാക്ഷ്യമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നവീൻ ബ്രദറെ, എന്താ സംഭവിച്ചത്? 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ന്യൂ ഇയർ രാത്രിയിൽ സംഭവിച്ച അത്ഭുതമാണ്. അതായത് രസം. 16 വർഷം മുമ്പ് ന്യൂ ഇയർ രാത്രിയിൽ നടന്ന അത്ഭുതം സൂമിൽ അവർ ചേർന്നിട്ടുണ്ട്. സലോമി സിസ്റ്റർ നമ്മുടെ കറുകച്ചാൽ ചർച്ചിലാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് 2 ട്വിൻസ് ആണ്, സ്നേഹമോളും സാന്ദ്രമോളും. ബ്രദർ ആ സാക്ഷ്യം ഒന്ന് കേട്ടെ, എന്നിട്ട് അതൊരു വലിയ ഡെലിവറൻസ് മിനിസ്ട്രിയിലേക്ക് ഇന്ന് പോകും. സാന്ദ്രമോളും സ്നേഹമോളും ഒന്ന് ഒരു പ്രൈസിലോട് പറയാമോ? 6 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ചെയ്തൊരു അത്ഭുതമാണ്. ഈ പ്രിയപ്പെട്ടവര് സഹോദരിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ, കുഞ്ഞുങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ആദ്യമായി വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കുകയാണ്. അന്ന് സിസ്റ്റർ കങ്ങഴി ഹോസ്പിറ്റലിൽ ഡോക്ടർ മറിയാം, അന്നത്തെ ഒരു പ്രസിദ്ധമായ ഗൈനക്കോളജിസ്റ്റ് ആണ്, അവിടെ ചെന്ന് കാണിക്കുമ്പോൾ അവര് ഡോക്ടർ പറഞ്ഞ വാർത്ത ഇതാണ്: നിങ്ങളുടെ ഒരു ട്യൂബിൽ തന്നെ 2 കുഞ്ഞുങ്ങളും ജനിച്ചിരിക്കുന്നു. മാത്രമല്ല സ്കാൻ ചെയ്തപ്പോൾ കണ്ട അത്ഭുതം, സ്കാൻ ചെയ്തപ്പോൾ കണ്ട ആ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഈ കുട്ടികൾ സയാമിസ് ഇരട്ടകൾ. നമുക്കറിയാം ശരീരം ഒന്നായി, രണ്ട് ശിരസ്സാണ്, പക്ഷേ ശരീരം ഒന്നായി കണ്ടു. അങ്ങനെ കണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് ഒരു കാരണവശാൽ ഈ കുഞ്ഞ് പൂർണ്ണ രൂപത്തിൽ നോർമൽ ഒരു കുട്ടിയല്ല, ശരീരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എന്തായാലും ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം. 1, 2 അബോർഷൻ നടന്നാലും അമ്മയുടെ ജീവിതം അപകടത്തിലാണ്. ഏത് വിധേനയും അപകടം ഉറപ്പാക്കിയപ്പോൾ ഇവർ മാനസികമായിട്ട് തകർന്നു പോയി. സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് ഇവർ നിരാശപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങൾ 2 ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, ഒരു ട്യൂബിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവർ പ്രയാസപ്പെട്ട് ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അന്ന് കർത്താവിൻ്റെ ദാസൻ തോമസ് ഡ്യൂവറിനെ ഈ ഭവനം വിളിക്കുകയാണ്. അന്ന് വിളിച്ചവർ പറഞ്ഞു, ബ്രദറെ, ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്. ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് സയാമിസ് ഇരട്ടകളായി, അല്ലെങ്കിൽ ഇങ്ങനെ ഇരട്ട കുട്ടികൾ ഒന്നിച്ച് ശരീരം ഒന്നിച്ച് ശിരസ് 2ആയി ഇങ്ങനെ പ്രോബ്ലത്തിലാണ്. ഇത് കേട്ട പാടെ ഞങ്ങൾ തകർന്നിരിക്കുന്നു, ഞങ്ങൾക്ക് അറിയില്ല, ഓപ്പറേഷൻ ചെയ്താലും ജീവിതം അപകടമെന്ന് അവർ പറയുന്നു. ട്യൂബിലായതുകൊണ്ട് വളരെ സീരിയസ് ആണ്. ബ്രദർ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, തോമസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ കുഞ്ഞുങ്ങള് കർത്താവാ നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കെ, 2 കുഞ്ഞുങ്ങളായി തന്നെ തരാൻ യേശു മതിയായവനാണ്, യേശു മതിയായവനാണ്, ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞു. മാത്രമല്ല അന്ന് 16 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സൂര്യ TV മാത്രമായിരുന്നു നമ്മുടെ TV പ്രോഗ്രാം അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു TV പ്രോഗ്രാം നടക്കുന്നുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നാളെ മുതൽ നിങ്ങൾ ആ പ്രാർത്ഥന കേൾക്കണമെന്ന് ഇവരോട് പറഞ്ഞു. ഇവര് വിശ്വാസത്തോടെ പിറ്റേന്ന് രാവിലെ സൂര്യ TV വെക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ഇങ്ങനെ പറയുകയാണ്: ആമേൻ, ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ വഹിച്ചിട്ട് ആ കുഞ്ഞ് നശിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ്, ആ വാക്ക് സിസ്റ്റർ തന്നെ ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. ശലോമി സിസ്റ്റർ ഒന്ന് ഒരു വാക്ക് പറയാം. എന്തായിരുന്നു ആദ്യത്തെ പ്രോബ്ലം? ചുരുക്കി ഒന്ന് പറയാം. ശലോമി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യണമേ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ.
സൂമിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ശലോമ സിസ്റ്റർ ഒന്ന് സംസാരിക്കാമോ? സൗണ്ട് കേൾക്കുന്നില്ല. ചുരുക്കത്തിൽ സംഭവിച്ചത്, അന്ന് ആ TV പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ്. തങ്കു ബ്രദർ പറയുകയാണ്, ഉദരത്തിൽ കുഞ്ഞിനെ വഹിച്ചിട്ട് ആ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. വേദനയോടെ ഒരു മാതാവിനെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗം ഈ മകളുടെ മേൽ ഇറങ്ങുകയാണ്. നവീൻ ബ്രദറെ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ സിസ്റ്ററിന്റെ ഉള്ളിൽ സയാമീസ് ഇരട്ടകളാണെന്ന് ഡോക്ടർ വിധി എഴുതി. ഡോക്ടർ അത് ട്യൂബിലാണ്. ആ ഇരട്ടകളാണോ ആയിരിക്കുന്നത്? ആ ഇരട്ടകളാണ് മോളെ. വോയിസ് പ്രശ്നമുണ്ട്. ഇരട്ടകളൊന്ന് കൈ ഉയർത്തി വീശി കാണിച്ചേ. ഇത് നമുക്ക് അടുത്തൊരു ദിവസം നമ്മുടെ സൂമിന്റെ പ്രോബ്ലം ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് എറൈസ് ആൻഡ് ഷൈനി നമുക്കിടാം ഈ സാക്ഷ്യം. ഇന്ന് നമ്മൾ ഓൺലൈൻ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഇരട്ടകളൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഇവർ രണ്ടും ഒട്ടിയിരുന്നാണ്, തല വേർപെട്ടിരുന്നാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവരെ അബോർട്ട് ചെയ്ത് കളയണം. ഈ അബോർഷൻ ഓപ്പറേഷൻ നടത്തിയാലും അമ്മയുടെ ജീവനും അപകടമാണ്. കാരണം അതുപോലെ സീരിയസ് ഒരു ഇഷ്യൂ. അങ്ങനെയാണോ സിസ്റ്ററെ പറഞ്ഞ? ആണെങ്കിൽ ഒന്ന് കൈ വീശി കാണിക്കാമോ? അതെ, അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ മീറ്റിംഗിൽ എന്നത്തെ മീറ്റിംഗിലാണ് ഞാൻ പറഞ്ഞത്, ഹോസ്പിറ്റലിനെ നേരിട്ട് ഇവർ ഫോണിൽ വിളിക്കുക. ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല, 16 വർഷം. അന്ന് ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ്, സിസ്റ്ററെ, യേശുവാണത് തന്നെങ്കിൽ, സ്വർഗമാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ അതിനെ ജീവനോടെ വേർപെടുത്തി തരാൻ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേൻ. ഞാൻ ആ കാര്യം ഓർക്കുന്നില്ല സിസ്റ്ററെ. ഇന്ന് ഈ സാക്ഷ്യം വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ, നവീൻ ബ്രദർ എന്നോടിത് പറയുന്നു. അതിനുശേഷം അന്ന് രാത്രി ആണോ TV പ്രോഗ്രാം കണ്ടെന്ന്? അല്ല, പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റൽ പറഞ്ഞു ഒരു TV പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. ഇവര് വിശ്വാസം, എല്ലാവരും TV പ്രോഗ്രാം കാണണം. നമ്മുടെ നടന്ന പവർ വിഷനിലും സൂര്യയിലും അതിലൊക്കെ ഇപ്പം ഇല്ല. ഒക്കെ നടന്ന റിപ്പോർട്ടിൽ നമുക്കിപ്പോൾ ഡെയിലി മീറ്റിംഗ്സ് ഉണ്ട്, നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ്സ് ഉണ്ട്. ഇത് നമ്മൾ ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തണേ. ഞാൻ അന്ന് ഈ സഹോദരി ഒറ്റ മീറ്റിംഗ് കാണാൻ പറഞ്ഞപ്പോൾ സംഭവിച്ചത്, പിറ്റേന്ന് സൂര്യയിൽ കാണുന്ന മീറ്റിംഗ് ഒരു 10 ദിവസം മുമ്പേ റെക്കോർഡ് ചെയ്താന്നോട് ഓർത്തോണം. നോക്കിക്കണേ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി. പറഞ്ഞോട്ടെ. പിറ്റേന്ന് രാവിലെ കാണുമ്പോൾ തങ്കൂറർ ഇങ്ങനെ പറയാണ്, ഉദരത്തിൽ കുഞ്ഞിനെ വഹിച്ചിട്ട് ഡോക്ടർമാർ വിധി എഴുതി അത് ജീവിച്ചിരിക്കത്തില്ലെന്ന് വിധി എഴുതി മാനസികമായി തകർന്നിരിക്കുന്ന ഒരു മാതാവ് എന്നെ കേൾക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹോദരി പറഞ്ഞത്, ഒരു തണുപ്പ് വന്ന് ശരീരത്തിലേക്ക് അടിച്ചിറങ്ങി. സഹോദരി, അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ കൈ ഒന്ന് വീശി കാണിച്ച്. ഒരു തണുപ്പ് വന്ന് ശരീരത്തിൽ ഇറങ്ങി. ഇറങ്ങിയ സമയം തന്നെ സഹോദരി പറഞ്ഞു, ബ്രദറെ, എന്റെ ശരീരത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ മേൽ കർത്താവിന് ഒരു പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്, എനിക്ക് പൂർണ്ണ സൗഖ്യമായെന്ന് വിശ്വാസത്തോടെ ഞാനിത് ഏറ്റെടുത്തു. ഇത് ഡിസംബർ 31-നാണ്. അല്ലല്ല, ഇത് നടക്കുന്ന ഈ പ്രസവം നടക്കുന്ന കുഞ്ഞുങ്ങൾ ഡെലിവറി ആയതാണ് 31-ന്. ഓ, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ, നിങ്ങളോടൊന്ന് കൈ വീശിക്കേ. സാന്ദ്ര സ്നേഹ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. സാന്ദ്ര ആൻഡ് സ്നേഹ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ അതിന്റെ 3-ാം പൊക്കം വിശ്വാസത്തോടെ. അപ്പൊ അവിടുന്ന് ആ ഡോക്ടർ പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് പറ്റുന്നതല്ല, ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർ സൂസൻ എന്ന് പറഞ്ഞ അവിടെ നിന്ന് അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഇവർ ചെന്ന റിപ്പോർട്ട് കാണിച്ചു. അവരും വളരെ അതിശയത്തോടെ ഇത് വലിയ പ്രോബ്ലം ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടെ ഈ കാര്യങ്ങൾ കൊണ്ട് സ്കാൻ ചെയ്തു. 3-ാം പൊക്കം സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ 2 സ്കാൻ റിപ്പോർട്ടോടെ നോക്കിയിട്ട് ഞെട്ടിയിട്ട് പറയും, ഇത് എങ്ങനെ സംഭവിച്ചിരിക്കുന്നു? കർത്താവിന് പണ്ടേ ഓപ്പറേഷൻ അറിയാവുന്നതാ. ആമേൻ. ഈ ആദാമിന്റെ വാരിയലിനകത്ത് നിന്നെടുത്ത് കുഞ്ഞിനെ ആ കുഞ്ഞല്ലല്ലോ, വളർച്ചയുള്ള ഔവായെ ഉണ്ടാക്കിയ കർത്താവിനാണോ ഇത് വേർപെടുത്താൻ കഴിയും? ഇന്ന് ഓപ്പറേഷൻ കൂടാതെ ചില അത്ഭുതങ്ങൾ നടക്കാം. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കും. ജോസിൽ ഇവിടെ വന്നാട്ടെ. തളർന്നു കിടന്ന ഈ മോനെ, എത്ര നാളാ തളർന്നു കിടന്ന മോൻ? 4 വർഷം. എന്നിട്ട് ഡിസംബർ 31-ന് തന്നെ ആ കുഞ്ഞുങ്ങളുണ്ടായി. ഇന്ന് ആ സാക്ഷ്യം നമ്മുടെ കൈ കിട്ടി. 4 വർഷം തളർന്നു കിടന്ന ജോസിലിനെ യേശു സൗഖ്യമാക്കി. കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ഈ മാതാപിതാക്കൾക്ക് ഒരു ശമൂവേൽ കുട്ടിയെ
ആമേൻ ആമേൻ. ഈ ഭവനം അപ്പനും അമ്മയും അല്ലേ അനിൽ ബ്രദറും എല്ലാം കൂടെ വിഷം വാങ്ങിച്ചു വെച്ച് ഫുഡിൽ ഒഴിച്ച് കഴിക്കാനിരിക്കുമായിരുന്നു. അപ്പോഴൊരു ദർശനം പോലെ കണ്ടു, യേശുവിനെ കണ്ടു, ഇത് ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിന് വന്നു. ഇവിടെ ഇതെല്ലാം സാക്ഷികളാ, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും. ഇപ്പം വലിയ പോസ്റ്റ് ഗ്രാജുവേറ്റും വലിയ റാങ്ക് ഒക്കെ കിട്ടി നമ്മുടെ അച്ചീവ്മെന്റ് അവാർഡ് നേരത്തെ മേടിച്ച പയ്യനായിരുന്നു. കല്യാണം കഴിക്കാൻ പോവാണ്. അങ്ങനെ ഈ പയ്യനുണ്ടല്ലോ, കുടുംബം മുഴുവൻ മദ്യപാനത്തിൽ തകർന്നല്ലേ, മദ്യം കൊണ്ട് നശിച്ച വീടല്ലേ. ശാപത്തിന്റെ ഒരു അടയാളമായിരുന്നു ഞങ്ങളുടെ ദേശത്ത്. അപ്പം മദ്യപിച്ചിട്ട് ഉടുതുണി പോലും ഉടുക്കാതെ വഴിയൊക്കെ കടന്നോണ്ടിരുന്നതാ. ബെന്നി ബ്രദർ ഇവിടെ നിൽക്കുകയാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വർഷം കുറയായി. ആ സച്ചിൻ 2 കണ്ണും ഇനി കുഞ്ഞിന്റെ കാണത്തില്ല. നിങ്ങളൊരു അന്ധനായ കുഞ്ഞിനെ വളർത്തിക്കോളാൻ പറഞ്ഞ് ഇരിക്കുമ്പോൾ തങ്കു ബ്രദർ ഞാനും ആ ഭവനത്തിൽ പോയി. തങ്കു ബ്രദർ ഒരു വാക്യം വായിച്ച കുഞ്ഞിനെ കയ്യിലെടുത്ത്, യേശുവേ നീ ഇന്നും ജീവിക്കുന്നല്ലോ, ഈ കണ്ണ് തുറക്കണമെന്നും. ഇന്ന് സച്ചിൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് കരമടിച്ചു പാടിക്കേ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. അത്ഭുത രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകും യേശുവിൻ നാമത്തിൽ. മോളുടെ ഭവനം, മോളിഞ്ഞു വന്നേ, മോളുടെ ഭവനം തകർന്നു കിടന്ന ഒരു ഭവനമല്ലേ. സ്വത്രം യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ വീട് ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, അടുത്ത സ്കൂളിലെ എച്ചിലിൽ വാങ്ങി എടുത്ത് തിന്നാൻ ആഗ്രഹിച്ചു അല്ലേ? അതെ, എടുത്തുള്ളൊരു സ്കൂളിൽ അവിടുത്തെ ഒരു ബക്കറ്റ് കൊണ്ടുവെക്കും. അവിടുത്തെ പിള്ളേർ കഴിച്ച വേസ്റ്റ് പശുവിന് കാടി കൊടുക്കാനാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയി. കടബാധ്യത നിമിത്തം തകർന്ന ഇന്നത്തെ ഈ കുഞ്ഞുങ്ങൾ അത്ഭുതമായി വന്ന് പ്രാർത്ഥിച്ച മോളെ യേശുവിന്റെ നാമത്തിൽ. പിതാവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവെ, ഞങ്ങൾക്കറിയാം എന്നെ വിടുവിച്ച യേശു, എൻ്റെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ വിടുവിച്ച യേശു. ഇന്ന് കാണുന്ന ഓരോ വ്യക്തികളെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എൻ്റെ യേശുവെ, ഇനി എങ്ങനെ മുന്നോട്ട് ജീവിതം പോകുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി അതേ യേശു, എൻ്റെ കർത്താവെ, അതേ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന അതേ യേശു, എൻ്റെ കർത്താവെ, അവരുടെ മേൽ കൈവച്ച് എൻ്റെ കർത്താവെ, ഏത് വിടുതലാണേലും കർത്താവെ, ഏത് പ്രശ്നമാണേലും അതിന് വിടുതലുണ്ടാവട്ടെ കർത്താവെ. രോഗികളാൽ ഭാരപ്പെടുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ കർത്താവെ, നാളുകളായി ആസ്മയാൽ ഭാരപ്പെടുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നടുവേദനയാൽ ഭാരപ്പെടുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ ഭവനത്തിന് മേൽ വ്യാപരിക്കട്ടെ എൻ്റെ കർത്താവെ. ഓരോ ശംധന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എൻ്റെ കർത്താവെ. അൺയൂഷ്വൽ ഫേവർ യേശുവെ, അൺയൂഷ്വൽ ഫേവർ യേശുവിന്റെ നാമത്തിൽ അവരുടെ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ എൻ്റെ കർത്താവെ. ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ, ഈ ദിവസങ്ങളിൽ തന്നെ യേശു അവർക്ക് വേണ്ടുന്നതിലും അധികം എൻ്റെ യേശുവെ റിസോഴ്സുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ കർത്താവെ. അസമാധാനം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മഹത്യാ പ്രവണത യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എൻ്റെ കർത്താവെ. ആത്മഹത്യ ചെയ്യാനല്ല എൻ്റെ അപ്പൻ നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. നിന്നെ ജീവിക്കാൻ, ഹല്ലേലൂയ, നാട്ടുകാരുടെ മുന്നിൽ നിന്നിച്ചവരുടെ മുന്നിൽ മാനിക്കുവാൻ എൻ്റെ കർത്താവ് റെഡി ആയിട്ടിരിക്കുക. മോളോട് ദൈവാത്മാവ് എന്താ പറഞ്ഞെന്തോ പ്രാർത്ഥിക്കാൻ നേരത്തെ എന്നോട് പറയുമായിരുന്നു, ഒരു കുടുംബം വിഷം എടുത്ത് വെച്ചേക്കോ, അവസാനമായിട്ട് ഇതൊന്ന് കാണാന്നോർത്ത് അവര് വിഷം. എല്ലാ കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഈ സമയത്ത് ജൂനിയ പ്രാർത്ഥിച്ച് ആത്മഹത്യക്കിരിക്കുന്ന വീടുകളുണ്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു ഇന്ന് കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹം അറിയാനുള്ള കൃപ കൊടുക്കണേ കർത്താവേ. യേശു ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്നവർക്ക് കർത്താവേ, നീ അവരുടെ മുൻപിൽ ഇറങ്ങി നിൽക്കുന്ന അനുഭവം കർത്താവേ. യേശു പുതിയ വഴികൾ തുറക്കട്ടെ കർത്താവേ. യേശു കടഭാരങ്ങൾ വിട്ടുമാറട്ടെ കർത്താവേ. യേശു നാമത്തെ ശാപത്താലുള്ള എല്ലാ രോഗങ്ങളും വിട്ടുമാറാൻ കൽപ്പിക്കുന്നു കർത്താവേ. യേശു സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്നവർ എന്നേക്കും കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും, അൾസർ രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറും കർത്താവേ. സ്കിൻ ഡിസീസസ് എല്ലാം, ഹാർട്ട് പ്രോബ്ലം
പ്രോബ്ലം യേശു ആമേൻ, എല്ലാ ക്യാൻസറും വിട്ടുമാറട്ടെ കർത്താവ് യേശു. നീ ഇറങ്ങി നിൽക്കുന്ന അനുഭവം കർത്താവ് യേശു, യേശുവിന്റെ കൈ എന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ശമൂവേലിനെ പോലെ കുഞ്ഞുങ്ങളില്ലാത്ത ഭവനങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇരട്ടകളായ കുഞ്ഞുങ്ങളെ കണ്ടോ, സ്ക്രീനിൽ നമ്മൾ കണ്ടല്ലോ, അതുപോലെ മിറക്കിൾസ് ഉണ്ടാകട്ടെ. ഒന്ന് കൽപ്പിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ. യേശു, ഞങ്ങൾ സഭയെ ഒരുമിച്ച് കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ഫാമിലീസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട മക്കള് യേശു നാമത്തെ അവരുടെ കുടുംബത്തിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് ഉണ്ടാകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവെ അനുഗ്രഹമാക്കി നന്ദി. യേശുവിന്റെ നാമം. ആമേൻ. ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുക. നിങ്ങൾ ഈ നമ്മള് നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലെ ഒന്ന് കണ്ടേ. നിങ്ങളുടെ വീട് ഇപ്പോൾ ഒരു ക്രൂസൈഡ് ഗ്രൗണ്ടായി മാറിയിരിക്കും. ഓ, കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കരമടിച്ച്. രോഗത്തിന് എന്റെ മേൽ കാര്യമില്ല. രോഗത്തിനെന്റെ മേൽ കാര്യമില്ല, ശാപത്തിനെന്റെ മേൽ ജയവുമില്ല. രോഗത്തിനെന്റെ മേൽ കാര്യമില്ല, ശാപത്തിനെന്റെ മേൽ ജയവുമില്ല. ഓ, ക്രൂശിൽ യേശു ഇതെല്ലാം വഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ യേശുവിന്റെ നാമത്തിൽ. ബെന്നി ബ്രദറെ, രോഗപ്രയാസങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രയർ ടവർ നമ്പർ സ്ക്രീനിൽ വരും. ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ വരും. നിങ്ങളുടെ സൗഖ്യം, നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നടന്നേ, ഒന്ന് കുനിഞ്ഞേ, ഒന്ന് ചാടിക്കേ, ആ മുഴയൊക്കെ ഒന്ന് പരിശോധിച്ച്. ആ വിടുതൽ ഇപ്പോൾ അയച്ചുകൊണ്ടേ ഇരിക്കണം. ഒന്ന് കരങ്ങൾ വീശി നന്ദി പറഞ്ഞേ. എന്റെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് സൗഖ്യം തരാൻ, നമുക്ക് വിടുതൽ തരാൻ. യേശു ഈ സ്റ്റുഡിയോയിലല്ല, നിങ്ങളുടെ വീട്ടില്. എല്ലാവരും ഒന്നുകൂടെ എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി. കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ തോമസ് ഊട്ടിവറിന് ഇന്ന് സഭയോട് നൽകാൻ പോകുന്ന സന്ദേശം നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഇന്ന് എന്നോട് സംസാരിക്കണം. തോമസ് ഊട്ടിവറിനോട് ഇന്ന് നമ്മളെ കേൾപ്പിക്കുന്ന സന്ദേശം ഇന്ന് സഭയ്ക്ക് മുഴുവനും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. അതേ തുടർന്ന് കർത്താവിന്റെ ദാസൻ തങ്കുബ്രദറിന്റെ പുതുവത്സര സന്ദേശം നമ്മൾ വീണ്ടും കേൾക്കും. കഴിഞ്ഞ വർഷത്തെ സന്ദേശം ഓർക്കുന്നുണ്ടല്ലോ, ഇയർ ഓഫ് എൻലാർജ്മെന്റ്. അനേകരുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ തോമസ് ഊട്ടിവറിന്റെ സന്ദേശത്തിലേക്ക് കടക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന സന്ദേശത്തിനായി സ്തോത്രം. തോമസ് ഊട്ടിവറിനെ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞങ്ങളോട് സംസാരിക്കുവാൻ മകന്റെ നാവിനെ കർത്താവ് ഒരുക്കിയിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തോമസ് ഊട്ടിവറിന് ആ കുടുംബം സഭയ്ക്ക് ഒരു അനുഗ്രഹമായി എന്റെ കർത്താവെ മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിക്കുമ്പോൾ ഞങ്ങൾ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുക. ഇനിയും സഭയ്ക്ക് നൽകുവാൻ നിന്റെ മകനെ കർത്താവ് നിറയ്ക്കണമേ. ഞങ്ങൾ കുടുംബമായിട്ട് തോമസ് ഊട്ടിവറിനെ അനുഗ്രഹിക്കുന്നു. ഇന്നും മകന്റെ നാവിനെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ബെന്നി ബ്രദറിനെ കൂടെ എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച്. ഈ മകനും കുടുംബവും സഭയ്ക്ക് എന്തൊരു അനുഗ്രഹം. ബെന്നി ബ്രദർ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഗവർണൻസിനെ മുഴുവനാ കാണും. സാറിന് നമ്മൾ ഡിസംബർ 31 ഗവർണൻസ് മുഴുവൻ സ്റ്റേജിൽ കാണും. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ റോയി ബ്രദർ, നമ്മുടെ ഷാജി ബ്രദർ, റജി ബ്രദർ, ജെയ്ക്ക് ബ്രദർ ഫാമിലി, ബേച്ച ആൻഡ് ആൽമ ആൻറ്റി, റോണക്ക്, അതുപോലെ സേറ, അവരെല്ലാം നിന്നതുകൊണ്ടല്ലേ. നമ്മുടെ മുമ്പിലുള്ള സഹോദരങ്ങൾ ഓരോ നമ്മുടെ ലോക്കൽ ചർച്ചിലും നിന്ന എത്രയോ പേരാ അല്ലേ. നമ്മുടെ കെയർ സെൽ, പ്രയർ സെൽ ലീഡേഴ്സ്. നമ്മുടെ പ്രതിസന്ധി 2008 വന്നപ്പോൾ
ഈ അടുത്ത സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരൊറ്റ ദൈവബദൽ കുലുങ്ങിയില്ല. തങ്കു ബ്രദറിനോടും സഭയോടും ചേർന്ന് നിങ്ങളൊക്കെ ഒന്ന് കൈകളൊന്ന് കോർത്ത് നമുക്കൊന്നിച്ച് Heavenly feast is one family. ഇനി നമ്മൾ മുഴു ലോകത്തിനും അനുഗ്രഹമാകാൻ പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഗവർണൻസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് ബെന്നി ബ്രദറിന്റെ മേൽ ഞങ്ങൾ കൈവെക്കുമ്പോൾ ഞങ്ങളുടെ മുഴുവൻ ശുശ്രൂഷ സമൂഹത്തെ, ഞങ്ങളുടെ റീച്ച് എക്സ്പ്രസ്, അതുപോലെ ശുശ്രൂഷകരെ, ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നവര്, ഓരോ സഭയിലും കർത്താവെ കസേര ഇടുന്നവർ മുതൽ കർത്താവെ ശുശ്രൂഷകരാവരെല്ലാം, ഞങ്ങളുടെ എല്ലാ ലോക്കൽ ചർച്ച് പാസ്റ്റേഴ്സ് എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മീഡിയയ്ക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രഞ്ജു ബ്രദറും ഒരു വലിയ ടീമും നിൽക്കുകയാണല്ലോ. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മണിക്കൂറുകൾ മാത്രമേ നമുക്കിനിയുള്ളൂ, ചില മിനിറ്റുകൾ മാത്രം. പക്ഷെ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഇന്ന് തങ്കുബ്രദറിലൂടെ അതിമനോഹരമായ ഒരു സന്ദേശം നമുക്ക് ലഭിക്കും. പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ പുതുവർഷ ശുശ്രൂഷ എന്തിനാ, അങ്ങനെ വല്ലതും ബൈബിളിലുണ്ടോ? നാളെ എന്നോട് ചോദിച്ചു, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഇന്ന് പുതിയ നിയമത്തിലുണ്ടോ? ഒരു ദൈവദാസൻ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, സുവിശേഷ മഹായോഗം എന്ന നോട്ടീസ് അടിക്കണമെന്നുമില്ലല്ലോ. പ്രിയരെ, നമ്മൾ കർത്താവിനെ ഉയർത്താൻ ഏത് ദിവസം ഉപയോഗിച്ചാലും കർത്താവിനെ അനുഗ്രഹിക്കും. അങ്ങനെ പുതുവത്സര സന്ദേശം ഒന്നുണ്ടോ ചില ചോദിക്കും. ഇന്ന് രാവിലത്തെ എറൈസ് ആൻഡ് ഷൈൻ വെള്ളിയാഴ്ച മീറ്റിംഗ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. നമ്മുടെ കുവൈറ്റിലെ സഞ്ജയും പ്രീണും കഴിഞ്ഞ ദിവസം തങ്കു ബ്രദർ പറഞ്ഞു, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തിനകം ഈ വർഷം പറഞ്ഞ വിശാലതയുടെ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു. സഞ്ജയും പ്രീണും കൂടെ കൈകോർത്ത്, നിങ്ങൾ ഇന്ന് രാവിലത്തെ വെള്ളിയാഴ്ച മീറ്റിംഗിൽ കയറി നോക്കണം. കൈകോർത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഇത് ഏറ്റെടുക്കും. ഏറ്റെടുക്കുന്നവർക്ക് നടക്കും. കഴിഞ്ഞ റോണക്ക് ചില സാമ്പത്തികമായ പൈസ വിടുതലുകൾ എന്ന് പറഞ്ഞു. ചിലരേറ്റെടുത്തു, അവർക്ക് അത്ഭുതം നടന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സഞ്ജയും പ്രീണും അത് അതുപോലെ ഏറ്റെടുത്തു. അവർക്ക് സംഭവിച്ചത്, സഞ്ജയ് ഒരു നോർമൽ ജോലിയായിരുന്നു. എന്നാൽ അവർ 3 മാർച്ച് ആയിട്ട് ഒന്നും കണ്ടില്ല. ഏപ്രിൽ ആദ്യ ദിവസങ്ങളിൽ ആ കമ്പനിയുടെ ഏറ്റവും ഉന്നത ആൾ വിളിച്ചിട്ട് പറഞ്ഞു, സഞ്ജയ്, നിനക്ക് ഒരു പ്രൊമോഷൻ. വർഷങ്ങളായിട്ട് അവർ കുവൈറ്റിലുണ്ട്, നടക്കാത്ത പ്രൊമോഷൻ അന്ന് നടന്നു. അപ്പോൾ താനോർത്തു, അയ്യോ, മാർച്ചിനകമെന്നാണല്ലോ പ്രാർത്ഥിച്ചത്. ഒടുവിൽ അപ്പോയിൻമെന്റ് ലെറ്റർ അടിച്ചു നോക്കുമ്പോൾ മാർച്ച് 15 പ്രിന്റ് ചെയ്തതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞ കർത്താവിനെ സ്തുതി. ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശം വരികയാണ്. ഇന്ന് നിങ്ങൾക്കുള്ള വിടുതൽ വരികയാണ്. ഇന്ന് തങ്കുബ്രദറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന, കഴിഞ്ഞ വർഷം കേട്ട വിശാലതയുടെ വർഷം, എനിക്ക് വിശാലതയായിരുന്നു പറഞ്ഞ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചിലർ കളിയാക്കിയേക്കാം, ചിലരതിനെ ഗൗനിച്ചില്ലെന്നിരിക്കാം. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് ഇത് അത്ഭുതമായിരിക്കും. ഇന്ന് തങ്കുബ്രദറിന്റെ സന്ദേശം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതിനു മുമ്പായി പരിശുദ്ധാത്മാവ്, ഞാൻ ചോദിച്ചു, കർത്താവേ, നിന്റെ ജനത്തോട് എന്താ സംസാരിക്കേണ്ടത്? എൻ്റെ അകത്ത് 2-3 വാക്കുകൾ തന്നു. ഒന്ന്, പെന്തക്കോസ്ത് എന്തെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. പെന്തക്കോസ്ത് എന്താണെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ പെന്തക്കോസ്ത് സഭകൾ ലോകമെങ്ങുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളെന്ന് പറയുന്ന പേരിലുണ്ട്. നമ്മുടെയൊക്കെ പോലുള്ള സഭകളെ നിയോ പെന്തക്കോസ്റ്റൽസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്റ്റിന്റെ ഫുൾ പവർ എന്താണെന്ന് ലോകം കാണാൻ പോകുന്നു. സ്വർഗീയ വിരുന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ കണ്ടിട്ടില്ല. അതൊരു അന്യഭാഷ മാത്രം കൊണ്ട് നിർത്തില്ല, അതൊരു പാട്ട് കൊണ്ട് മാറത്തില്ല, അത് ചില സൗഖ്യങ്ങൾ കൊണ്ട് മാറത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 19 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 2 സംവത്സരം ഡെയിലി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ഉറക്കെ പറ, 2 സംവത്സരം ഡെയിലി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. 2022 കടക്കുമ്പോൾ 2 വർഷമാകുകയാണ് നമ്മുടെ ഡെയിലി മീറ്റിംഗ്സ്. അപ്പോസ്തല പ്രവൃത്തി 19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പള്ളിയിൽ എല്ലാ ശനിയാഴ്ചയും പൗലൂസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പള്ളിക്കാര് പറഞ്ഞു, ഇനി മേലാൽ ഇവിടെ കണ്ടേക്കരുത്, എല്ലാം വിട്ടുപൊക്കോളാൻ പറഞ്ഞു.
പള്ളി അടഞ്ഞു. കഴിഞ്ഞ 2 വർഷം പള്ളി അടഞ്ഞു. പറഞ്ഞേ, സ്വർഗീയ വിരുന്നിന്റെ ആരാധന അടഞ്ഞു, അമ്പലം അടഞ്ഞു, മോസ്ക് അടഞ്ഞു. എന്നാൽ നമ്മൾ വായിക്കുന്നു തുറന്നോസിന്റെ പാഠശാല തുറന്നു. തുറക്കും, തുറന്നോസ്. പറഞ്ഞ തുറന്നോസ് തുറക്കും. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് തന്നിരിക്കുന്ന സന്ദേശം 2022 സ്വർഗീയ വിരുന്നിനും ഇന്ന് വചനം ഏറ്റെടുക്കുന്നവർക്കും വാതിലുകൾ തുറക്കുന്ന നാളായി. കരമൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതി. വേണ്ടിയവർ ഏറ്റെടുത്തോണം. വാതിലുകൾ തുറക്കും. ശുശ്രൂഷകർക്ക് വാതിലുകൾ തുറക്കും. ബിസിനസ്സുകാർക്ക് പുതിയ വാതിലുകൾ തുറക്കും. കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിക്കാം. വാതിലുകൾ തുറക്കും. പിന്നെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 19 വായിക്കുന്നത് ഈ ഡെയിലി മീറ്റിംഗ്സ് 2 വർഷം നടന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും നടന്നതായിട്ട് കണ്ടില്ല. ആ ഭാഗം ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19 ആദ്യം മുതൽ വായിക്കാം. സ്വരം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 19. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവിന്റെ നാളുകൾ തുടങ്ങുന്നു. ഉറക്കെ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ജോലി കുറയും, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൂടും. ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ക്രിയ നടക്കുമ്പോൾ നമ്മുടെ ജോലി പലതും കുറയും. നമ്മുടെ പ്രസംഗത്തിന്റെ നീളം കുറയും. നമ്മുടെ പാട്ടിന്റെ നീളം കുറയും. ഒരൊറ്റ വാക്കുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്ന മക്കൾ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ വന്നപ്പോൾ ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് ആദ്യം ചോദിച്ച ചോദ്യം എന്താ? പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത സ്വർഗത്തിൽ പോയി. ഞാൻ ചിലത് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അവർക്ക് സ്വർണം കൊടുത്തില്ല. അവർക്ക് സഭാഹോള് പണിയാൻ സ്ഥലം കൊടുത്തില്ല. അവർക്ക് വീടുകൾ പണിത് കൊടുത്തില്ല. പക്ഷെ പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്നോണം. എന്റെ രക്തം കൊടുത്ത് മേടിച്ച വിലയേറിയത് നിങ്ങളുടെ മേൽ ഞാൻ അയക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ജെറുസലേം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. എല്ലാവരും പറ തുറക്കും. തുറക്കും. പറ തുറക്കും. തുറക്കും. പുതിയ നിയമം മുഴുവൻ വാതിൽ തുറക്കുന്ന. ഇന്ന് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ഹെവൻലി ഫീസ്റ്റ് ആർക്കും വാതിൽ അടയ്ക്കത്തില്ല. ഇന്ന് വരെ ആർക്കും അടച്ചിട്ടില്ല. ഇവിടെ ആർക്കും വരാം, വീണ്ടും വരാം. പോയ ഈ ദിവസങ്ങളിലേക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ മധ്യത്തിൽ നിന്ന് പോയ, പല കാരണങ്ങളാൽ പോയ ചില സഹോദരന്മാർ ഈ മാസം ഇന്ന് രാവിലെ വരെ ഓടി വന്ന് ഞങ്ങളും വരികയാണെന്ന് പറഞ്ഞു. വരാം, പോകാം. മാത്രമല്ല, ഇവിടെ വരുന്നവരുടെ ഉടുപ്പിന്റെ നിറമേതാ, ഇവിടെ വരുന്നവരുടെ മീശ എങ്ങനെ ഇരിക്കുന്നു, ഇവിടെ വരുന്നവര് കുഴപ്പക്കാരാണോ, നിങ്ങളിത് പഠിക്കാൻ വരുന്നവർക്കും വരാം, കുറ്റം പറയാൻ വരുന്നവർക്കും വരാം. ഈ വാതിലുകൾ തുറന്നു കിടക്കും. എല്ലാവരും പറഞ്ഞേ. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഒരു സഭയുടെ വാതിലിൽ നിന്നുമിട്ട് ഒന്ന് തുറക്കാവോ, ഒന്ന് സ്വർഗീയ വിരുന്നുകാരൻ യേശുവിനെ പോലും കയറ്റാത്ത സഭയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാട്ടെ. യേശുവിന് കയറാമെങ്കിൽ എല്ലാവർക്കും കയറാം. നമ്മളിങ്ങനെ വായിക്കുന്നു, ജെറുസലേം ദേവാലയത്തിലേക്ക് നമ്മുടെ കർത്താവ് പട്ടണ പ്രവേശം ചെയ്യുകയാണ്. ഒരു കഴുതമേലേറി വരുമ്പോൾ ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, രാജാധിരാജാവിന്. കയറി വരുമ്പോൾ വാതിലുകൾ അവന്റെ മുമ്പിൽ തുറന്നു. അതിനെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഉറക്കെ പറ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പണ്ടേയുള്ള വാതിലുകളെ പറ. പണ്ടേയുള്ള വാതിലുകൾ പാരമ്പര്യം എല്ലാം പൊട്ടുക. പല പാരമ്പര്യ യെരുശലേം ദേവാലയത്തിൽ എല്ലാവർക്കും കയറാനൊക്കത്തില്ല. നിങ്ങൾക്ക് കയറാനൊക്കത്തില്ല. നിങ്ങളുടെ നിറമേതാ? നിങ്ങൾ ശമരിയനാണോ? നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത ആളാണോ? ഞങ്ങളെ പോലെ മതിലേക്കെടുത്തവരല്ലെങ്കിൽ നിങ്ങൾക്ക് കയറാനൊക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു വരുന്നതിനെ കുറിച്ച് പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, ഇതാ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വീട് യേശുവിനായി തുറക്കുമോ? നിങ്ങളുടെ ഹൃദയം യേശുവിനായി തുറക്കുമോ? നിങ്ങളുടെ സഭ യേശുവിനായി തുറക്കുമോ? നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈ വിജാതീയരെ യഹൂദന്മാർ കയറ്റുകയില്ലായിരുന്നു സഭയില്, പരിച്ഛേദന ഇല്ലാത്തവരെ. എന്നാൽ ഒരൊറ്റ ദർശനം കാണിച്ചു കർത്താവ്, സ്വർഗം തുറന്നു. പിന്നല്ലേ നിന്റെ സഭ? പറ,
സ്വർഗം തുറന്നു. അവിടുന്ന് സകലവിധ ജാതി, ഇഴജാതിയും പക്ഷിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് ഇതിനെല്ലാം സ്വർഗത്തിൽ ഇരിക്കാമെങ്കിൽ നിന്റെ സഭ ഇത്ര റിസർവ് ആക്കി വെച്ചിരിക്കുന്നതിന് എല്ലാവർക്കും തുറന്നു കൊടുക്കടാ മോനെ എന്ന് പറഞ്ഞു. പറ, എല്ലാവർക്കും തുറന്നു കൊടുക്ക. പറ, എല്ലാവരും വരട്ടെ. പറ, വരട്ടെ എന്ന്. എല്ലാവരും വരട്ടെ. കുടിച്ചവൻ വരട്ടെ, കുടിക്കാത്തവൻ വരട്ടെ, ഷാപ്പ് നടത്തിയവൻ വരട്ടെ, കള്ളൻ വരട്ടെ, പോലീസ് വരട്ടെ, പട്ടാളക്കാർ വരട്ടെ, എല്ലാവരും വരട്ടെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എല്ലാരും അറിയണം യേശുവേ, എല്ലാരും അറിയണം യേശുവേ, എല്ലാരും അറിയണം, എല്ലാരും അറിയണം, എല്ലാരും അറിയണം യേശുവേ. ഞങ്ങൾ കുറച്ച് അച്ചായന്മാര് മാത്രം ഇവിടെ മതി, സഭയെ മതി. ഉടനെ പത്രോസിനോട് പറഞ്ഞു, തുറക്കുന്നടാ ഞാൻ സ്വർഗം. ഇവിടെ നോക്ക്, ഇവിടെ എല്ലാത്തിനും വരാം. പിന്നെ നിനക്കെന്നെ റിസർവേഷൻ. അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നു. യോ, ഇവരെ എല്ലാം കർത്താവ് അംഗീകരിച്ചു. അങ്ങനെയാണ് കൊർന്നല്യോസിന്റെ വാതിൽ തുറന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലത്തിൽ 15 പറയാണ്, ജാതികൾക്കായി സുവിശേഷത്തിന്റെ വാതിൽ തുറന്നത്. പത്രോസിന്റെ സംഭവത്തിൽ കേട്ടല്ലോ. പറ, തുറന്ന ചായ. പറ, തുറന്നു. അങ്ങനെയാണ് ഹോശാന, ഹല്ലേലൂയ, ഹോശാന. ബെന്നി ബ്രദറെ, ഞാൻ ഒരു ദൂത് പറയാം. ഇന്ത്യയിലെ മുഴുവൻ പള്ളികളും ജനങ്ങളെ കൊണ്ട് നിറയാൻ പോവാ. യൂറോപ്പിലെ അടഞ്ഞ പള്ളികൾ, ബാറുകളായ പള്ളികൾ, ജനങ്ങൾ വരും. നിങ്ങൾ കേട്ടോണം, അച്ഛന്മാരുടെയും ബിഷപ്പന്മാരുടെയും പാസ്റ്റർമാരുടെ അടുക്ക വന്നിട്ട് നിങ്ങളാ പറയുന്ന നാമമുണ്ടല്ലോ യേശു, അത് മതിയെന്നേ. നിങ്ങളെ ടീച്ചിങ് ഏതേലും ആയിക്കോട്ടെ. നിങ്ങൾ പെന്തിക്കോസ് ആണോ, നിങ്ങൾ ബ്രദർ ആണോ, നിങ്ങൾ ഹെവൻലി ബീസ്റ്റ് ആണോ, നിങ്ങൾ കത്തോലിക്കയാണോ, ഞങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾ പറയുന്ന നാമമുണ്ടല്ലോ, ഏത്? യേശു. ആ നാമമുണ്ടല്ലോ, ആ നാമമുണ്ടല്ലോ, അതിനകത്ത് അത്ഭുതം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പിടിക്കും. അതുകൊണ്ട് പാസ്റ്ററെ എന്റെ തലയിലൊന്ന് കൈവെക്കണേ, ബിഷപ്പെ എന്റെ തലയിലൊന്ന് കൈവെക്കണേ. യേശു എന്ന് പറയുന്ന നിനക്കറിയാമോ? എന്നാൽ നീ ഡിമാൻഡ് ഉള്ളവനായിട്ട് മാറാൻ പോവാ. ഇന്ത്യ മുഴുവൻ 2022 വാതിലുകൾ തുറക്കും. ആലയത്തിന്റെ വാതിലുകൾ തുറക്കും. കൂട്ടായ്മയുടെ വാതിലുകൾ തുറക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പാസ്റ്റർമാർ, ഇന്ന് എന്നെ കേൾക്കുന്ന ഇവാഞ്ചലിസ്റ്റുമാർ, ജോലി ഇല്ലെന്ന് പറഞ്ഞ സഭ അടഞ്ഞുപോയി. ഓ, കോവിഡ് കാലത്ത് സ്വോത്ര കാഴ്ചയില്ല, എല്ലാം അടഞ്ഞുപോയെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കും. ബെന്നി ബ്രദറെ, ഗ്രൗണ്ടുകൾ തുറക്കും. തുറക്കും, തുറക്കും. ഹൈ ഡിമാൻഡ് വരാൻ പോവാ ദൈവമക്കൾ. അപ്പൊ കർത്താവ് വരികയാണ്. ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ. കൂടെ കൂടിയതാരാ? കുരുടന്മാര്, മുടന്തന്മാര്, കുടിയന്മാര്, പിന്നെ കർത്താവിന്റെ കൂടെയുള്ള പാർട്ടികളൊക്കെ അറിയാലോ, ചുങ്കക്കാര്, എല്ലാ സൈസും ഉണ്ട്. അപ്പൊ ഈ ആലയത്തിലോട്ട് കയറുമ്പോൾ അവിടെ ലേവ്യ പുസ്തകം 21 ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കൂനൻ, ജഗടൻ, മുടന്തൻ, ചട്ടൻ, പൂക്കണ്ണൻ, അധികാംഗൻ, വികലാംഗൻ, ഇവർക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല. ഇവരാരും ആയുസ്സിൽ അവിടെ കയറിയിട്ടില്ല. പക്ഷെ യേശുവിന്റെ കൂടെ ഇവരെല്ലാം ആലയത്തിൽ കയറി. എല്ലാ വാതിലും തുറന്നു. എല്ലാ വാതിലും തുറന്നു. എല്ലാ വാതിലും തുറന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? വാതിൽ വഴി യേശു കയറിയപ്പോൾ ഇവരും അകത്തു വന്നു. ചരിത്രത്തിലാദ്യമായി, നിങ്ങൾ മത്തായി 21 വായിക്കണം. ചരിത്രത്തിലാദ്യമായി ആ ദേവാലയത്തിനകത്ത് യാഗം നടന്നിട്ടുണ്ട്, പുക പൊങ്ങിയിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിലാദ്യമായി കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിനകത്ത് സൗഖ്യമായി. ആ ദേവാലയത്തിനകത്ത് കാളയുടെ മുക്ര കേട്ടിട്ടുണ്ട്, ആടുകളുടെ നിലവിളി കേട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ആരാധന ഉയർന്നു. ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, രാജാവിന്. അവർക്ക് അരിശമായി. ആഹാ, ഇവൻ ഇത്രയ്ക്കായോ? നമ്മൾ കയറ്റാത്തവരല്ലേ ഇതിനകത്ത് കയറ്റുമോ? എന്നാ ഇവനെ കൊന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാം കൂടെ പ്ലോട്ട് ചെയ്തു. ഈ 12 പേരിൽ ഒരു യൂദാ കിട്ടി. ഇവൻ ഇച്ചിരി പൈസ മോഹിയാന്ന് പിടി കിട്ടി. അവനെ കയ്യിലെടുത്ത് 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. മഹാപുരോഹിതൻ
വാതിൽ തുറക്കുന്ന ഒരാൾ പറ. വാതിൽ തുറക്കുന്ന ഒരാള്. അവര് വാതിൽ അടച്ചെങ്കിൽ 1000 വാതിൽ ഞാൻ തുറക്കും. എഫെസോസിലെ പള്ളിയുടെ വാതിൽ അടഞ്ഞെങ്കിൽ ഞാൻ തുറന്നോസിന്റെ പാഠശാല തുറക്കും. എഫെസോസിൽ പള്ളിയിൽ ശനിയാഴ്ച മാത്രമേ ആരാധന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡെയിലി മീറ്റിംഗ് തരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. സ്തോത്രം. 2020 മാർച്ചിൽ നമ്മൾ തുടങ്ങിയതാണ് ഇന്നർ ചേംബർ. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 2 വർഷമാകാൻ പോവാ. 2 വർഷമാകാൻ പോവാ. റൈസ് ആൻഡ് ഷൈൻ, റോണക്കും സേറയും കൂടാതെ പകൽ അണ്ടർ ദ വിങ്സ് ഇതെല്ലാം ആരംഭിച്ചില്ലേ ദൈവത്തിന്റെ മക്കളെ? അതിന് ഒരു 6 മാസം മുമ്പ് പരിശുദ്ധാത്മാവ് തങ്കുബ്രദറിനോട് പറഞ്ഞു, ലോകത്തിൽ എന്തോ ഒരു ഭീതിയുടെ ദിനങ്ങൾ വരും. നമ്മളോട് ഒന്നിച്ചല്ലേ പറഞ്ഞത്? ഒരു വലിയ ക്ഷാമം വരും. അങ്ങനെ റീച്ച് എക്സ്പ്രസ് ആരംഭിച്ച. റീച്ച് എക്സ്പ്രസിനായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് 40 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കണം. അന്ന് തുടങ്ങിയ ലൈവ് പറ, പള്ളി അടഞ്ഞു. പറ, പള്ളി അടഞ്ഞു. നാഗമ്പടത്തെ നമ്മുടെ പള്ളി അടഞ്ഞു. പറയാ. പക്ഷെ 3 ഡെയിലി മീറ്റിങ്ങുകൾ. അതാണ് നമ്മൾ വായിച്ചത്. അവർ പള്ളി അടഞ്ഞപ്പോൾ വാതിലുകൾ തുറന്നു. ഉറക്കെ പറ, വാതിലുകൾ തുറന്നു. ഇനി ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഇങ്ങനെ അവസാനിപ്പിക്കാം. ഒടുവിൽ ജുബിൻ ബ്രദറെ വായിക്കണ്ട. 2 വർഷത്തോളമായപ്പോൾ, ഉറക്കെ പറ, 2 വർഷത്തോളമായി ഈ വചനം നമ്മുടെ കോവിഡ് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ചെവി കേൾക്കുക. 2 വർഷത്തോളമായപ്പോൾ പൗലൂസ് മുഖേന അസാധാരണ വീര്യപ്രവൃത്തി. അവന്റെ മേമേൽ നിന്ന് ഉത്തരിയോ റുമാലും കൊണ്ടിടുന്നവർ സൗഖ്യമാകും. തൂവാല, പൗലൂസിന്റെ മേത്ത് നിന്ന് തൂവാല കൊണ്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഭൂതമലറി ഓടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ പ്രസംഗം അധികം വേണ്ട. തൂവാലെ അത്ഭുതം ചെയ്യാൻ തുടങ്ങും. ആ നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വാതിൽ തുറക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിന്റെ വാതിൽ തുറക്കും, നിങ്ങളുടെ ബിസിനസിന്റെ വാതിൽ തുറക്കും, വഴികൾ തുറക്കും. എല്ലാവരും എഴുന്നേറ്റ് കരമുയർത്തി കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങൾക്കറിയാമോ, അങ്ങനെ എഫെസോസിൽ പെന്തക്കോസ്ത് വെളിപ്പെട്ടു. മന്ത്രവാദികൾ ഇങ്ങോട്ട് വന്നിട്ട് യേശുവിന്റെ നാമം ഞങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അവരിങ്ങോട്ട് വന്ന് 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദ സാമഗ്രികൾ കത്തിച്ചു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം എഫെസോസിൽ നിന്ന് എഴുതുമ്പോൾ പറയാ 16:8 എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും എന്ന് പറഞ്ഞ പെന്തക്കോസ്ത് കണ്ടിട്ടേ സ്വർഗീയ വിരുന്ന് മാറത്തുള്ളൂ. ഉറക്കെ പറ, പെന്തക്കോസ്ത് എന്താണെന്ന് പറ. സ്വർഗീയ വിരുന്നിൽ കർത്താവ് വെളിപ്പെടുത്തും. കേരളം അത് കാണും, ലോകം അത് കാണും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ കാണും. എനിക്ക് വലിയ വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും ചിലരുണ്ട്. എതിരാളികൾ പലരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോടൊരു കാര്യം പറഞ്ഞു. തങ്കുബ്രദറിനോട് ചേർന്ന് റോണക്ക് നമ്മളെല്ലാവരും ചേർന്ന് കൈകോർത്ത് ഒറ്റ ആത്മാവിലല്ല നിന്നത്, ഗവർണസുമെല്ലാം. രണ്ടാമത് പറഞ്ഞ ഐക്യതയെക്കുറിച്ച് സഭ ഒന്നിച്ചു നിന്നു. ഒത്തിരി പേര് വെളിയിൽ കൂകുമായിരിക്കും, പക്ഷെ അകത്ത് പൗലൂസ് പറയാ എല്ലാവരും എന്നെ കൈവിട്ടു, എന്നാൽ ചിലർ എന്റെ കൂടെ നിന്നു. ഒത്തിരി പേര് വേണ്ടെന്നേ. ഒന്ന് കോർത്ത് പിടിച്ച്
ascribe glory to thee. We ascribe honor to thee. We ascribe power and majesty, glory to the Lamb. To thee, Shabalarakasia. We love you, Lord. To thee, we ascribe honor. To thee, we ascribe power and majesty. Worthy is the Lamb and holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb, and you are holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb, you are holy. എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ആ കരം ഉയർത്തുമ്പോൾ ആ ഭവനം നിറയട്ടെ ദൈവമഹത്വത്താൽ. ലോകരാജ്യങ്ങളിൽ ഒരുപോലെ heaven and earth is full of your glory. And tonight we are gathered here to glorify the Lamb. കർത്താവേ, ഇന്ന് രാത്രി കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളിവിടെ കൂടിയിരിക്കുകയാണ്. It is only because of you, Jesus. Only because of you. യേശുവേ, അങ്ങ് മുഖാന്തരം മാത്രം, അങ്ങ് മുഖാന്തരം മാത്രം കർത്താവേ. There is no other name that is worthy to be praised. യേശുവേ, അങ്ങയുടെ നാമം അല്ലാതെ ഉയർത്തപ്പെടുവാൻ യോഗ്യമായ മറ്റൊരു നാമവും. Father lifts the name of Jesus. The Holy Spirit glorifies Jesus. പിതാവേ, അങ്ങേ പുത്രന്റെ നാമത്തെ ഉയർത്തണമേ. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമം മാത്രം ഉയരണമേ. Tonight, we as a family all around the globe stand in presence of the Holy One in the throne of grace, where we have received an entrance through the blood of Jesus. പിതാവേ, ഇന്ന് അവിടുത്തെ പുത്രനായ ഏകജാതനായ പുത്രനായ യേശുവിന്റെ രക്തം വഴിയായി ഞങ്ങൾക്ക് തന്ന പുതുവഴിയിലൂടെ അവിടുത്തെ കൃപാസിംഹാസനത്തിന് മുമ്പിൽ ഒരു കുടുംബമായി ലോകമെങ്ങും ഞങ്ങൾ ഈ രാത്രിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുക കർത്താവേ. Thank you, Jesus. നന്ദി യേശുവേ. Everyone who is watching us and joining us, open your mouth and thank Him. ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ ലോകമെങ്ങും നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി അർപ്പിച്ചാട്ടെ. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. It's your grace. It is your faithfulness. It is your mercy that we are still on this planet. അങ്ങയുടെ കൃപ, അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ കരുണ ഒന്ന് മാത്രമാണ് കർത്താവേ ഈ ഭൂമിയുടെ പരപ്പിൽ ഞങ്ങൾ ശേഷിക്കുവാൻ കാരണം. And we know that we are alive because we have an assignment to finish. മാത്രമല്ല കർത്താവേ, ഇന്ന് ഞങ്ങൾ ജീവനോടെ ഈ രാത്രി വരെ ഞങ്ങൾ വരാൻ കാരണം ഇനി ഞങ്ങളെ കൊണ്ട് കർത്താവിനോട് ചെയ്തു തീർക്കുവാൻ
ഒരു വേലയുള്ളത് കൊണ്ടാണ്. Help us, Holy Spirit. അതിനായി ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാത്മാ. Help us, Holy Spirit, to be more and more and more sensitive to every slightest wind of yours. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ഒരു ചെറിയ ചലനത്തിന് പോലും, ഒരു മൃദുവായ ചലനത്തിന് പോലും ഞങ്ങൾ തിരിച്ചറിയുന്ന ഹൃദയമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. We give you glory. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. Just lift your hands wherever you are. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും അക്കരങ്ങളൊന്ന് ഉയർത്തി. Hallelujah. Jesus. Hallelujah. We worship you. We glorify your name. Hallelujah and hallelujah. We worship you and hallelujah. We glorify your name. Hallelujah. Thank you, Jesus. യേശുവേ നന്ദി. Thank you for all those who are joining us tonight. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം കൂടിയിരിക്കുന്ന എല്ലാവർക്കുമായി നന്ദി. We give you all the glory. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു പിതാവേ. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Come on, give a clap and say thank you, Jesus. എല്ലാവരും ഒന്ന് കരമടിച്ച വീടുകളിലൊക്കെ ഒന്ന് കരമടിച്ച് നന്ദി യേശുവേ എന്നൊന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. It's a joy again to join as a family all around the globe. One Nehru Stadium is not enough today. So today stadiums, we can see by faith, stadiums getting packed. ഒരു വർഷത്തിന്റെ അവസാന നിമിഷങ്ങൾ കൂടെ നമുക്ക് ഒന്നിച്ച് ലോകമെങ്ങും കൂടാനിട വന്നിരിക്കുകയാണ്. ഒരു നെഹ്റു സ്റ്റേഡിയത്തിൽ ഒതുങ്ങാത്ത പോലെ ലോകമെങ്ങും വന്നിരിക്കുന്ന മക്കൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജോയിൻ ചെയ്യും. Of course, it was a joy when we would come to Nehru Stadium, but there is a purpose of God, and we always thank God for all His purposes. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്നിച്ചു കൂടുന്നത് നമ്മളെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവമാണ്. എന്നാൽ എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ഇന്നിങ്ങനെ ഓൺലൈനായി നമ്മൾ ചേരുമ്പോൾ അതിനകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. Many things we don't know why. പലപ്പോഴും പല കാര്യങ്ങളും എന്താ ഇങ്ങനെ നമുക്ക് പിടികിട്ടില്ല. But we know that God knows why. എന്നാൽ ഒന്ന് നമുക്ക് ധൈര്യം പകരുന്നു, നമുക്കറിയാൻ മേലും കർത്താവിനറിയാം എന്തുകൊണ്ടാണ്. And then
we know that all things are working towards the good. അത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടും, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. In many things we have questions, we have no answers, but he who dwells in us knows the answer and executes that answer through us. പലപ്പോഴും പല കാര്യങ്ങളും എന്താ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് പിടികിട്ടത്തില്ല. പക്ഷെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ദൈവം കർത്താവ് അതിന്റെ തികവിലെത്തിക്കുമ്പോൾ ഇങ്ങനായിരുന്നല്ലോ എന്ന് പിടികിട്ടും. Oh, so again welcome towards overflowing blessings. ആകയാൽ എല്ലാവർക്കും കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ലോകം എല്ലായിടത്തുള്ള എല്ലാ മക്കൾക്കും സ്വാഗതം. Thank you everyone. Thank you worship team. You can all be seated. Thank you very much. ഈ സമയത്ത് വർഷിപ്പ് ടീമിന് അവിടെ ഇരിക്കാവുന്നതാണ്. It's a great excitement inside of us because we are entering into such a phase in history that we could not even imagine. നമുക്കൊരിക്കലും ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചരിത്രത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ലോകം കാലെടുത്തു വെക്കുകയാണ്. Every year the next year's message starts from the Jewish New Year, that is Rosh Hashanah. റോഷ് ഹസാന എന്ന് പറയുന്നത് യഹൂദരുടെ പുതുവർഷ സമയത്തായിരിക്കും ഓരോ അടുത്ത വർഷത്തേക്കുമുള്ള സന്ദേശം ഹൃദയത്തിൽ ലഭിക്കുന്നത്. And one by one, piece by piece, things start to come. ആ സമയം മുതൽ ഒന്നിനു പുറകെ ഒന്നായി ഒരു ഭാഗം എന്ന നിലയിൽ ആ സന്ദേശത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഈ സമയമാകുമ്പോഴേക്ക് ലഭിക്കുക. And every time when it is coming, the message itself starts turning. You might have noticed that in the inner chamber, from October we turned into the message of favor and blessings. ഓരോ വർഷവും ഒരു ആ ഘട്ടത്തിൽ ദൈവത്തിന്റെ സന്ദേശം ഒരു പ്രത്യേക നിലയിലേക്ക് തിരിയുന്ന കാണാം. ഇന്നർ ചേംബറിൽ ഒക്ടോബർ മുതൽ ദൈവത്തിന്റെ ഫേവറിനെ കുറിച്ച് ഒക്ടോബർ മുതൽ സന്ദേശം മാറി വരികയാണ്. And tonight also we are standing in one accord, depending on the Holy Spirit who is in us, who is going to speak in and through us. We have no prepared message. We have something in our mind, but he is going to complete it. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ, ഒരേ ആത്മാവിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ, ഇന്ന് പറയുന്ന സന്ദേശത്തെക്കുറിച്ച് ഏകദേശം ഒരു രൂപം ഞങ്ങൾക്കുണ്ടെന്നല്ലാതെ മുഴുവനായി പരിശുദ്ധാത്മാവിൽ സമ്പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിച്ചു നിങ്ങൾക്ക് വേണ്ട, ഇന്ന് രാത്രി വേണ്ട സന്ദേശം, പുതുവർഷത്തേക്കുള്ള സന്ദേശം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. So we have no agendas, we have no itineraries. We stand here and then we flow in the Holy Spirit. ആകയാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു മുൻ പദ്ധതിയല്ല ഒരുക്കി അവസാനം വരെ ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയല്ല, മറിച്ച് ഞങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുക പരിശുദ്ധാത്മാവ് തന്റെ നിലയിൽ ഇന്ന് രാത്രി ചലിക്കുവാൻ. And many time we have seen that God takes total control because we submit to him and he does his agenda and we watch what is happening. പലപ്പോഴും സംഭവിക്കുന്നത് ഞങ്ങൾക്കൊരു ചെറിയ രൂപമൊക്കെ ഉണ്ടെങ്കിലും സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവെ അങ്ങ് ഇന്ന് രാത്രി ചെയ്യണമേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് തന്റെ പദ്ധതി ഈ സമയത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. We look behind or look backward to the past 23 years, we have stood together, walked together, and the only thing that joins us together is the Holy Spirit in us. കഴിഞ്ഞ 23 വർഷം ഞങ്ങൾ രണ്ടുപേരും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവ് ഞങ്ങളെ നിർത്തിയത്, ഒന്നിച്ചിവിടെ വരെ വന്നത്, ഇതെല്ലാം കാണുമ്പോൾ ഒന്നും ഇത് ഞങ്ങളുടെ പദ്ധതിയല്ല, ദൈവത്തിന് നന്ദി അർപ്പിക്കുക. It is only his favor, his mercy. Some people ask me like this, how does the whole heavenly feast movement, how do you manage this? പലപ്പോഴും ജനങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും വലിയൊരു മൂവ്മെന്റിനെ എങ്ങനെയാ ബ്രദറും നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? I said the manager is Holy Spirit, the Lord is Jesus. I am just sitting and watching what he is doing. ഞാൻ അവരോട് പറയാറുണ്ട്, മാനേജർ പരിശുദ്ധാത്മാവാണ്, ഇതിന്റെ കർത്തൃത്വം യേശുവിനാണ്, അവർ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ കണ്ടോണ്ടിരിക്കുക. I just relax and enjoy myself in Jesus Christ. ഞാൻ വളരെ റിലാക്സ് ചെയ്ത് കർത്താവ് ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. Now what is the relevance of the word? എന്താണ് ദൈവവചനത്തിന് ഉള്ള പ്രാധാന്യം? We are going to take the word from the Bible, but what is the relevance when it comes to 2022?
ഈ തിരുവചനത്തിൽ നമ്മളൊരു വേദഭാഗം എടുത്ത് ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ കാലുകുത്താൻ പോകുന്നത് 2022 സംബന്ധിച്ച് അതിനെന്താണ് പ്രാധാന്യം? Many times people say, why are you putting one slogans every year? പലരും ചോദിക്കാറുണ്ട്, ഇത് ഇന്ന വർഷം എന്ന് പറഞ്ഞ ഒരു വർഷത്തിനൊരു പേര് കൊടുക്കുന്നത് എന്താണെന്ന്. Because that is what the Holy Spirit wants to do in that year. കാരണം ആ വർഷത്തിൽ കർത്താവിന്റെ പദ്ധതിക്കകത്ത് അതാണ് ചെയ്യുവാനുള്ളത്. Last year we had the year of enlargement. കഴിഞ്ഞ വർഷം വിശാലതയുടെ വർഷമായിരുന്നു. And we saw enlargement in everyone who believed. വിശ്വസിച്ച് ഓരോ മക്കളുടെയും ജീവിതത്തിൽ ആ വിശാലത അവരുടെ ഓരോ കാര്യത്തിലും കാണുവാനിടയായി. And in our personal lives also we saw such an enlargement. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അതേ ദൈവിക വിശാലത ഓരോ മേഖലയിലും കാണുകയാണ്. Now the Bible in Luke chapter 4 there is an incident. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു സംഭവം കാണുന്നു. Jesus walks into the synagogue. ഇതാ യേശു ക്രിസ്തു യഹൂദന്മാരുടെ സിനഗോഗിലേക്ക് പള്ളിയിലേക്ക് കയറുകയാണ്. Luke chapter 4 and verse 17, the Bible says, it was verse 16 onwards, he came to Nazareth, he was brought up, and he, as his customs was, he went into the synagogue and stood up to read. ലൂക്കോസ് 4:17 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. Now it was his custom, verse 16, to come to the synagogue. അതിന്റെ 16-ാം വാക്യത്തിൽ താൻ പതിവ് പോലെ ദേവാലയത്തിൽ വന്നു. തന്റെ പതിവായിരുന്നു അവിടെ സിനഗോഗിൽ പള്ളിയിൽ ചെല്ലുന്നത്. Here I want to just add one thing, that you should remember he's coming after 40 days of fasting. ഇവിടെ കർത്താവായ യേശു തന്റെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ടാണ് വരിക. He could have said, I am tired, I'm going to rest. No, he made it a point never to miss the synagogue. അതെ, താനെ ക്ഷീണിതനാണ്, എനിക്ക് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ക്ഷീണമാണെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല. തന്റെ പതിവ് പോലെ ഒരിക്കലും മുറ തെറ്റാതെ കർത്താവ് പള്ളിയിൽ പോയിരുന്നു. I want to encourage all those who are watching me, never miss the assembly. Never miss the assembly. Everywhere, even if you are tired, try to make it, because that might be the day of your encounter of one word that can change your destiny. അതുകൊണ്ട് ദൈവവചനം പറയുന്ന സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ദൈവത്തിന്റെ സഭ കൂടി വരുന്ന അസംബ്ലിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം അങ്ങനെ ഒരു സഭായോഗത്തിൽ ഇനി എത്ര ക്ഷീണമാണെങ്കിലും അവിടെ കടന്നു സംബന്ധിക്കണം. അന്നായിരിക്കും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു ഇടപെടൽ നടക്കുന്നത്. Just one meeting, one word can transfer everything in your life. ഒരൊറ്റ മീറ്റിംഗിലെ ഒരൊറ്റ വാക്കിന് നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാനാണ്. I was just remembering one incident when the whole night Peter is toiling and he has come back very tired. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പത്രോസ് തന്റെ ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ടോയിൽ ചെയ്തിട്ടും ഒന്നും കിട്ടാതെ ഇരുന്നൊരു ദിവസം. And he was washing his net. He was so sad he wanted to go home. തനിക്ക് വീട്ടിൽ പോകണം, എന്നാൽ മുഴുവൻ രാത്രിയിലും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ഒടുവില് വലയൊക്കെ കഴുകി നിൽക്കുകയാണ്. And that time Jesus came into his boat. ആ സമയത്ത് യേശു ആ വള്ളത്തിലേക്ക് And കടക്കുകയാണ്. he said, come, let us go deep sea fishing. എന്നിട്ട് ഇങ്ങനെ യേശു കർത്താവ് ആ വള്ളത്തിൽ കയറി അവരോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, വരിക, നിന്റെ വള്ളം ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് മീൻ പിടിക്കാം. He could have said, I am tired. പത്രോസിന് വേണേ പറയാമായിരുന്നു, ഞങ്ങൾ വളരെ I am ക്ഷീണിതരാണ്. tired because I have toiled enough. I want to go and sleep. കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് വേണേ പത്രോസിന് പറയാം. And plus you don't understand the sea, so it is at night time the fishing happens. So please let you enjoy your preaching. Let me go and sleep. മാത്രമല്ല പത്രോസിന് വേണേ പറയാമായിരുന്നു, ഞങ്ങൾ മീൻ പിടിക്കാരാണ്, ഈ ഗലീലക്കടലിലെ ഓരോ കോണുമൂല എപ്പോഴാ മീൻ പിടിക്കേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. താങ്കള് പ്രസംഗത്തിൽ മുമ്പോട്ട് പോയാട്ടെ, ഞാനൊന്ന് ക്ഷീണിച്ചു, ഉറങ്ങിയിട്ട് വരട്ടെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. These might have been the excuses, but then Peter took a step by saying, at your word, let me go. പത്രോസിന് വേണേ ഈ ഒഴിവൊഴിവുകൾ പറയാമായിരുന്നെങ്കിലും യേശു പറഞ്ഞു, ആഴത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ, ഓ രാത്രി മുഴുവൻ അധ്വാനിച്ചു നാഥ, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. I believe this was the faith conference of Jesus and Peter. ഞാൻ വിശ്വസിക്കുന്നു പത്രോസിന്റെയും യേശു കർത്താവിന്റെയും ഒരു ഫെയ്ത്ത് കോൺഫറൻസ് ആണ് നടന്നത്. This is a meeting that Peter is attending, but in a practical way. ഇവിടെ ഇതാ പത്രോസ് ഒരു ഫെയ്ത്ത് കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാണ്, പക്ഷേ അത് പ്രായോഗിക പരിശീലനമായിരുന്നു. And then what happened is that he is now getting such a lot of fish which he could
would never have got, it might be in a 1 year or 2 year, 2-3 years catch in a second. കർത്താവായ യേശുവിന്റെ വാക്കിന് താൻ വലയിറക്കി ആദ്യമായി സംഭവിച്ചത് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതകരമായ മീൻപിടുത്തം ലഭിക്കുകയാണ്. The Bible says he was astonished. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പത്രോസും കൂടെയുള്ളവരും ആശ്ചര്യപ്പെട്ടു പോയി. One meeting he attends and he receives something astonishing. യേശു കർത്താവുമായിട്ടുള്ള ഒരൊറ്റ മീറ്റിംഗ്, ഒരൊറ്റ കൂടിക്കാഴ്ച തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. I want to advise you, don't take excuses that you are tired, because that one meeting might change the destiny of yours. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഞാൻ ചില ക്ഷീണിതനാണെന്ന് പറയരുത്. ഒരൊറ്റ സഭായോഗത്തും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ക്ഷീണിതനാണെന്ന് പറയുന്നത് ഒറ്റ മീറ്റിംഗിലായിരിക്കും കർത്താവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്കുണ്ടാകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. I want to take it as a word of prophecy. I want to tell you tonight, this word, when you receive it, when you act upon it, you will be astonished. 2022 is a year when you will be astonished, because the pace is going to be so fast. ആകയാൽ ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തരുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ്. 2022 എന്ന് പറയുന്ന പുതുവർഷം നിങ്ങളെ ആശ്ചര്യഭരിതമാക്കുന്ന പോലെ കർത്താവിന്റെ ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുകയാണ്. Do not make excuse, but make your body go to the worship. Make your body not to sleep, but worship God. Listen to him and act. This 2022 is for men and women of faith. ആകയാൽ മനസ്സിന്റെ ശരീരത്തിന്റെ ക്ഷീണതകളുടെ എല്ലാ ഒഴിവുകഴിവുകളെ പുറകിലെറിഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് കുതിക്കുകയാണ്. എന്റെ കർത്താവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ 2022 എനിക്ക് ഏറ്റുമുട്ടലുണ്ട്, അവിടെ എന്റെ ആശ്ചര്യപരമായ നിറവുണ്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് കുതിച്ചാട്ടെ. Oh, let the expectation rise up tonight. പ്രതീക്ഷ ഹൃദയത്തിൽ ഉണർന്നു പൊങ്ങട്ടെ. The expectation of the word of God rise up tonight. ദൈവവചനത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരട്ടെ. Even now as I'm speaking, ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ the anointing is hitting homes and everywhere those are watching. കർത്താവിന്റെ അഭിഷേകം ഓരോ ഭവനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങുന്നത് എനിക്കറിയാം. Oh, the Bible says the anointing will break every yoke. ദൈവവചനം പറയുന്നു അഭിഷേകം സകല നുകത്തെയും തകർത്ത് കളയും. You are anointed and there should be no yoke upon you. ആകയാൽ നീ അഭിഷേകം പ്രാപിച്ചിരിക്കുക, ഒരു നുകവും നിന്റെ മേൽ നിൽക്കുകയില്ല. Tonight, shake off every bondage. Shake off every yoke that is upon you and shout, Christ has set me free. എല്ലാ ബന്ധനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട്, എല്ലാ നുകത്തിന്റെ അമിക്കേറുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, പൊട്ടി വെളിയിൽ വന്നിട്ട് പറഞ്ഞാട്ടെ, എന്റെ യേശുവിനാൽ ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. You can do it. You can do it. You can do it. Do it now. Shout and say, I am the anointed one. I am the man of the season. The Spirit of the Lord is upon me. He has anointed me. I am the man in the purpose. Break loose. ആകയാൽ സഹോദര, പ്രിയ സഹോദരി പറഞ്ഞാട്ടെ, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചിരിക്കുകയാണ്, ഞാനാണ് ഈ സമയത്തിന്റെ ആള്, ഞാൻ ഇനി കാലഘട്ടത്തിന്റെ വ്യക്തി, എന്റെ സമയമാണ് വന്നിരിക്കുന്നത്, ഞാൻ അതിനെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നേറുകയാണെന്ന് പറഞ്ഞു. Oh, the Bible says in Psalm 62 verse 5. ആ സങ്കീർത്തനം 62:5 നമ്മൾ ഇങ്ങനെ Oh, വായിക്കുന്നു, my expectation is in you, O Lord. കർത്താവേ നിന്നിലാകുന്നു എന്റെ പ്രതീക്ഷ. You are my strength, you are my refuge, so my expectation is in you. Tonight, let 2022, your expectation, your source of supply, your everything, let it be Christ alone and Christ alone and Christ alone. ഓ, നീയാണ് എന്റെ ശക്തി, നീയാണ് എന്റെ ശൈലം, നീയാണ് എന്റെ കോട്ട, നീയാണ് എന്റെ അഭയസ്ഥാനം, നിന്നിലാണ് എന്റെ പ്രതീക്ഷ എന്ന് വചനം പറയുന്ന പോലെ ദൈവത്തിന്റെ പൈതലെ കുടഞ്ഞെഴുന്നേറ്റിട്ട്, ഓ പ്രതീക്ഷ വളരട്ടെ, പ്രതീക്ഷ ഉയരട്ടെ. Oh, what is happening today when I'm preaching? ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ എന്താണ് When we സംഭവിക്കുന്നത്? are preaching to you, what is happening? ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് രാത്രി അങ്ങോട്ട് സംസാരിക്കുമ്പോൾ Your എന്താണ് സംഭവിക്കുന്നത്? expectation is rising up. നിങ്ങളുടെ അകത്തെ പ്രതീക്ഷ And ഉയരുകയാണ്. when the expectation is rising up, നിങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷ ഉയരുമ്പോൾ mix it with faith. അത് വിശ്വാസമായി The കലർത്തിയാട്ടെ. God-given faith inside of you. നിങ്ങളുടെ അകത്ത് ദൈവം തന്ന വിശ്വാസമുണ്ട്. And take it by force in Jesus' name. യേശുവിന്റെ നാമത്തിൽ ബലാത്കാരത്തോടെ പിടിച്ചെടുത്തു. Oh, shout and say, I can do all things. ആകയാൽ വിളിച്ചു പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം Oh, the എനിക്ക് anointing. സകലവും ചെയ്യുവാൻ The കഴിയും. anointing that is upon me. എന്റെ മേലുള്ള അഭിഷേകം, Christ that is inside of me. എന്നിലുള്ള അഭിഷേകമായ ക്രിസ്തു, The God's faith that is in me. ദൈവത്തിന്റെ വിശ്വാസം എന്നിലുണ്ട്. There is no mountain that can stand in front of me. എന്റെ മുമ്പിൽ ഒരു മലയ്ക്കും ഇനി നിൽക്കാനാകില്ല. Blessed be the name of Jesus. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. No more excuses.
ഇനി യാതൊരു ഒഴികഴിവും വേണ്ട. No more excuses. ഇനി ഒഴികഴിവുകൾ When വേണ്ട. Jesus was walking to that poolside, യേശു കർത്താവ് ആ കുളക്കടവിലേക്ക് പോകുമ്പോൾ oh, he asked that man. ആ മനുഷ്യനോട് He ചോദിച്ചു. was complaining many things. പലതും തന്നെ അവിടെ പരാതി പറഞ്ഞു. Jesus said, യേശു പറഞ്ഞു, "Are you willing? നിനക്ക് മനസ്സുണ്ടോ? Are you willing?" നിനക്ക് മനസ്സുണ്ടോ? At that word, അവരൊറ്റ വാക്കിൽ what is happening? എന്താണ് His സംഭവിച്ചത്? expectation is rising. അവന്റെ ഹൃദയത്തിലെ പ്രതീക്ഷ His ഉയർന്നു. expectation is rising. പ്രതീക്ഷ ഉയർന്നു. Something different is in this word. എന്തോ ഈ വാക്കിനകത്തുണ്ടല്ലോ. This man is different. ഓ, ഈ വന്നിരിക്കുന്ന യേശു എന്ന വ്യക്തിക്ക് എന്തോ വ്യത്യാസമുണ്ടല്ലോ. Everyone else said, "We have no time to help you. You lie over there." They were condemning me, but this man is raising my expectation. 38 വർഷത്തിന്റെ അനുഭവത്തിൽ ഈ വ്യക്തിക്കറിയാം, മറ്റു വന്നവരെല്ലാം തന്നെ കുറ്റം ചുമത്തി, നീ അവിടെ കടന്നു, നിന്നെ സഹായിക്കാൻ എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു വ്യക്തി മാത്രം, ഈ യേശു മാത്രം, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വാക്കിൽ തനിക്ക് പ്രതീക്ഷ ഉണരുകയാണ്. Every time many people used to tell me, this is not the time. Many people told me that it is because of your works that you are suffering. Many people came and made many explanation, but this man is talking something different. Are you willing? He is raising my expectation. I think this time is now. ഓ, ആ വ്യക്തി ഈ പ്രകാരം ചിന്തിച്ചു. പലരും എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. വന്നവരൊക്കെ പറഞ്ഞത് നിന്റെ കുഴപ്പമാണ്, നിന്റെ സമയമായിട്ടില്ല, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനാകില്ല. എന്നാൽ ഈ വ്യക്തി, ഈ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ആ കണ്ണുകളിൽ ഞാൻ നോക്കിയപ്പോൾ എന്റെ ഉള്ളിൽ പ്രതീക്ഷ വളരുകയാണ്. ആ വാക്കുകൾ എനിക്കെന്തോ ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ എന്നെ ബലപ്പെടുത്തുകയാണ്. The Holy Spirit is reminding me tonight, do not live in your past. Do not live in your old failures. He will never condemn you. In Christ there is no condemnation. This is your year. Stop making excuses. Let the expectation arise. There is something extraordinary that is happening right now in your home. പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് ഒരിക്കലും നിന്നെ കുറ്റം ചുമത്തി നിന്റെ പഴയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. പിമ്പിലുള്ളത് മറന്ന്, പിമ്പിൽ വന്ന പരാജയങ്ങൾ, പിമ്പിൽ വന്ന കാര്യങ്ങൾ മറന്നിട്ട് മുമ്പോട്ട് കുതിച്ചെഴുന്നേൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തുവാൻ ഇതാ തയ്യാറായിരിക്കുന്നു. Today, now, the word is acting in you, raising up expectation. Not is it doing, it is stirring up the faith inside of you. ഇന്ന് ഇപ്പോൾ എന്താണ് ദൈവത്തിന്റെ വചനം നിന്നിൽ ചെയ്യുന്നത്? ഈ വചനം നിന്റെ ഉള്ളിൽ വന്നിട്ട് വിശ്വാസത്തെ ഉണർത്തി കത്തിച്ച് നിന്നെ ചാടി എഴുന്നേൽക്കുമാറാക്കുകയാണ്. I believe one thing. ഒന്ന് ഞാൻ As വിശ്വസിക്കുന്നു. Jesus asked him, യേശു അവനോട് "Are you പറഞ്ഞു, willing? നിനക്ക് മനസ്സുണ്ടോ? Take your bed and walk." നിന്റെ കിടക്ക എടുത്ത് നടക്കാം. Involuntarily he would have stood up. ഓ, പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് പോയി. He would not have even realized what happened. എന്താണ് ഈ സംഭവിക്കുന്നതിന് മനസ്സിന് പോലും പിടികിട്ടിയില്ല. The same way. അതുപോലെ തന്നെ Oh, the big catch will astonish you. Your healing will astonish you. Your change of situation will astonish you. 2022, you will be amazed what God is going to do about it. അത്ഭുതകരമായി നിനക്കുണ്ടാകുന്ന മീൻപിടുത്തത്തിൽ നീ അത്ഭുതപ്പെടുവാൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുത സൗഖ്യത്തിൽ നീ അത്ഭുതപ്പെടുവാൻ പോകുകയാണ്. നിന്റെ സാഹചര്യം പാടെ മാറി മറിയുന്ന ഇത് കണ്ട് നീ അത്ഭുതപ്പെടുവാൻ പോകുകയാണ്. 2022 നിന്നെ അത്ഭുത പരതന്ത്രനാക്കുന്ന നാളുകളാണ്. Hallelujah! Blessed be the name of Jesus. യേശു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. The word of God is written over here. ദൈവവചനം ഇവിടെ എഴുതിയിരിക്കുന്നു. The Bible says ബൈബിൾ പറയുന്നു, Jesus came on that Sabbath, യേശു ആ ശബ്ബത്തിൽ വന്നു, took the book of Isaiah യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം and തുറന്നു. read out from the book. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. He said, "The Spirit of the Lord is upon me because He has anointed me." He was reading out of Isaiah 61. യെശയ്യാ പ്രവചനം 61 നിന്ന് യേശു കർത്താവ് സിനഗോഗിൽ വായിച്ചതാണ് നമ്മൾ മുമ്പേ വായിച്ചു കേട്ടത്. Now this word has been read in every Sabbath. Many times this might have been repeated. ഈ ഓരോ ശനിയാഴ്ചകളും ഓരോ ശബ്ദ നാളിലും യഹൂദ പള്ളികളിൽ ഇത് എത്രയോ നാളുകളായി വായിക്കപ്പെട്ട ഭാഗമാണ് യെശയ്യാ. Oh, this might have been read many times. ഇത് പല ഊരു വായിച്ചതാണ്. But that day something was different. എന്നാൽ പല ഊരു വായിച്ചപ്പോൾ ഒന്നും സംഭവിക്കാഞ്ഞത് അന്ന് വായിച്ചപ്പോൾ യേശു വായിച്ചപ്പോൾ സംഭവിക്കുകയാണ്. Jesus said it like this. യേശു ഇങ്ങനെ പറഞ്ഞു. In verse 21 he said, 4:21 ലൂക്കോസ് 4, "Today ഇന്ന് the scripture ഈ is fulfilled at your hearing."
ഇന്ന് എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തിയായിരിക്കുന്നു. Today, ഇന്ന് the book of Isaiah, യെശയ്യാ the പുസ്തകം, prophetic word, ആ പ്രവചന has ഗ്രന്ഥം been written many years. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ യെശയ്യാവ് You might have read it 100 times. നിങ്ങളൊരു 100 തവണ വായിച്ചു കാണും. You might have learned and heard about it many times. 100 കണക്കിന് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. But today, എന്നാൽ ഇന്ന് this word ഈ is തിരുവഴുത്ത് becoming a rhema for you. അത് നിങ്ങൾക്ക് റീമായായി പ്രവർത്തിക്കുന്നു. 2022, 2022 we are going to see something amazing. അത്ഭുതകരമായത് എന്തോ നമ്മൾ കാണാൻ The പോകുന്നു. Bible says Bible പറയുന്നു. in the book of Isaiah യെശയ്യാ പ്രവചനം 35, 35 this is a year of excellence. ഇത് എക്സലൻസിന്റെ വർഷമാണ്. The glory itself is so good that you cannot handle. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് നമുക്കാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എക്സലന്റ് രീതിയിലായിരിക്കും. But this year it is the excellence, the cream of the glory. ദൈവ മഹത്വത്തിന്റെ ഏറ്റവും ഉന്നത ഭാവമായിരിക്കും വെളിപ്പെടാൻ Oh, പോകുന്നത്. when I was preparing for the message, ഈ സന്ദേശത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ the Holy Spirit started talking to me. പരിശുദ്ധാത്മാവിനോട് സംസാരിപ്പാൻ തുടങ്ങി. 2019, 2019 we talked from the book of Isaiah 49. യെശയ്യാവ് 49 നിന്നാണ് പരിശുദ്ധാത്മാവ് 2020, 20 we talked from Isaiah 54. 2021. 2021 യെശയ്യാ 54 നിന്നാണ് ഇടപെട്ടത്. The Lord told me like this. ഇങ്ങനെയാണ് പറഞ്ഞത്. Because of many circumstances, because people could not come out because of lockdown, many things could not happen those years. But this 2022, it is going to overtake all the word that you hear. It will be accomplished. കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മൾ പലത് കേട്ട വചനങ്ങൾ ആ ലോക്ക്ഡൌൺ പീരീഡുകളിൽ നമ്മളായിരുന്നു. എന്നാൽ 2022 ഈ വചനം അതിനൂടെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ അനുഭവിക്കാൻ പോകുകയാണ്. Many people ask, what happened to the word which you spoke? Everything is closed. Your word has gone into empty space. My dear, the word does not go into empty space. The word is settled in heaven. 2022, it is going to be a latter rain. Every word will be accomplished. And everyone who believes. പലരും ചോദിച്ചു, പറയപ്പെട്ട വചനം എന്തിയെ, അതെവിടെ ക്രിയ ചെയ്തു? എന്നാൽ ദൈവവചനം എന്നേക്ക് സ്ഥിരപ്പെട്ട വചനം, അതിനൊരിക്കലും മാറ്റമില്ല. 2022 അതൊരു അന്ത്യ മഴയായി, അന്ത്യ പെരുമഴയായി അത് ക്രിയ ചെയ്യാൻ പോകുകയാണ്. Oh, we are so excited. ഞങ്ങൾ വളരെ ആശ്ചര്യത്തിലാണ്. The Bible says ബൈബിൾ പറയുന്നു in Isaiah 35 and verse 2, this is the message for today and this is the message for 2022. 2022 is going to be the year of excellence of the glory of God. യെശയ്യാ പ്രവചനം 35ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇതാ ഈ പുതുവർഷത്തിലേക്കുള്ള സന്ദേശം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. പുതുവർഷം ദൈവ മഹത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായത് നമ്മൾ കാണാൻ പോകുകയാണ്. Oh, blessed be the name of Jesus. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. The Bible says, തിരുവചനം പറയുന്നു, it shall blossom abundantly and rejoice. The deserted place. We can start reading from verse 1. യെശയ്യാ പ്രവചനം 35. യെശയ്യാ പ്രവചനം 35ന്റെ 1 മുതൽ വായിക്കപ്പെടുന്നു. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. The deserted place will rejoice and blossom like rose. മരുഭൂമി ആനന്ദിക്കും, മാത്രമല്ല പനിനീർ പുഷ്പം പോലെ, റോസാ പുഷ്പം പോലെ അത് പൂത്തുലയും. Verse 2. 2-ാം വാക്യം, It shall blossom abundantly and rejoice. അത് മനോഹരമായി സമൃദ്ധിയായി പൂത്ത് ഉല്ലസിക്കും, ആനന്ദിക്കും. Even with joy and singing. ഉല്ലാസത്തോടും സംഗീതഘോഷത്തോടും കൂടി അത് ഉല്ലസിക്കും. The glory of Lebanon shall be given to it, the excellence of Carmel and Sharon. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെ ശാരോനിന്റെ ശോഭയും അതിന് കൊടുക്കപ്പെടും. And they shall see the glory of the Lord, the excellency of our Lord. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. Oh, the Bible says തിരുവചനം പറയുന്നു that the joy and singing and blossoming of the deserted places. ഇതാ മരുഭൂമിയിലെ
പാട്ടും ഉല്ലാസവും നൃത്തവും അത് പൂത്തൊലയുന്നതുമാണ് ഇവിടെ വായിക്കുന്നത്. If I make it short, I will tell you this year is the year for the church to arise in the anointing, arise in the revelation, arise in the glory of God. This is your time to arise. ഈ തിരുവചന ഭാഗം ഞാൻ ചുരുക്കി പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഇത് ദൈവിക മഹത്വത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന, പൂത്തുലയുന്ന, അത്ഭുതകരമായി പരിലസിക്കുന്ന നാളുകളായിരിക്കും. I want to tell you again, you might be tired, you might be saying my church is going down, my church is going to close, but I'll tell you, God is going to enter into the Kairos moment. Everyone who has been purchased by his precious blood, his anointing upon them, he is going to shake the whole earth, and the church is going to arise in its fullest glory. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും എന്റെ സഭ ശുഷ്കിച്ചു പോയല്ലോ, ഈ കാലഘട്ടത്തിൽ അത് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണല്ലോ എന്ന് പോലും പറയുന്നുണ്ടായിരിക്കും. എന്നാൽ ദൈവജനത്തിന് വേണ്ടി കർത്താവ് ഒരു മഹാവീരനെ പോലെ കാൽ ചവിട്ടിക്കൊണ്ട് ഒരു പുതു കാലഘട്ടം ആരംഭിക്കുന്ന നാളുകൾ ഇതാ മുമ്പിൽ വന്നിരിക്കുന്നു. When the glory of God comes down, all the deserted place starts to blossom, and there will be joy, and there will be singing, there will be a restoration of radical worship, there will be a restoration of radical faith, there will be a restoration of many things, and that too in a radical manner. ദൈവത്തിന്റെ മഹത്വം അത് മരുഭൂമിയിലായിക്കൊള്ളട്ടെ, ഇറങ്ങി ആവസിക്കുമ്പോൾ സംഭവിക്കുന്നത് അവിടെ പൂത്തൊലഞ്ഞിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിശ്വാസം അതിന്റെ അതിതീവ്രതയിലേക്ക് മാറ്റപ്പെടും. ദൈവ പ്രവൃത്തികൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിതീവ്രമായ ഭാവത്തിൽ വെളിപ്പെടും, ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ. I was checking in different versions, in different explanation, the word Isaiah 35:2. യശയാപ്രവചനം 35:2 പല പരിഭാഷകളിലും പല ഗ്രന്ഥങ്ങളിലും ഞാൻ നോക്കുകയാണ്. And it is all talking about the church becoming alive again. ആ വേദഭാഗങ്ങളെല്ലാം പല ദൈവദാസന്മാരും അതിനെക്കുറിച്ച് മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ളത് സഭ അതിന്റെ പൂർവ്വ മഹത്വത്തോടെ ഈ പ്രകാശിക്കുന്നതിനെ കുറിച്ചാണ് ഈ മരുഭൂമി It is പറയുന്നത്. talking about the church entering to a phase of fruitfulness and pasturage. സഭ അതിന്റെ പൂർണ്ണ ഫലം കൊടുക്കുന്ന നാളുകളിലേക്ക്, ചരിത്രത്തിൽ ഏറ്റവും അധികം സഭയെ കർത്താവ് കണ്ട പൂർണ്ണ ഫലത്തിലേക്ക് വരുന്ന The കാലമായി. church is going to enter into a phase where the word will become important, anointing will be valued, because the glory of God, which is the latter glory, is going to hit the earth. ദൈവ വചനത്തിനും ദൈവിക അഭിഷേകത്തിനും സഭ അതിന് കൊടുക്കേണ്ട വില കൊടുത്ത് മഹാപ്രഭാവത്തോടെ സഭ ഉണരുന്ന കാലമായിരിക്കും ഈ മുമ്പിലുള്ളത്. In 1 Corinthians 13:11 the Bible says, we knew in part, but now face to face, meaning the revelation of the church in its authority and glory. 1 കൊരിന്ത്യർ 13 നമ്മൾ വായിക്കുന്നു, ഇപ്പോൾ നാം ഭാഗമായി അറിയുന്നു, എന്നാൽ നാം മുഖാമുഖമായി കാണുമെന്ന് പറയുന്ന പോലെ ദൈവ പ്രവൃത്തി അതിന്റെ പുതിയൊരു ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് മുഖാമുഖം കാണുന്ന കാലം. In Revelation chapter 22 the Bible says, and there shall be no more curse, the throne of God and of the Lamb shall be in it, and his servants shall serve him. They shall see face, and the name shall be written on their forehead. There shall be no light there. There need no lamp nor light or the sun, for the Lord God himself will be the light, and he reigns forever. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ 3 മുതൽ 6 വരെ, അതിന് 22 അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രകാരമാണ് വായിക്കുന്നത്, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുണ്ട്. വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. Oh, the Bible is talking about 2022 when Isaiah 35 is talking of the church, meaning to say that
tangible presence, the touching presence, the revealing presence will be in the church every time you are ready to worship him. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൽ സഭയുടെ അടുത്ത ഒരു ഘട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ തൊടാവുന്ന നിലയിൽ, കർത്താവിന്റെ പ്രസൻസ് അനുഭവിക്കാവുന്ന നിലയിൽ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമായിരിക്കും മുമ്പിലുള്ളത്. There shall be no curse, and the servants of the Lord will worship him directly, seeing face to face, meaning supernatural experience, supernatural glory, supernatural faith. In such a manner you will be walking amazed what is happening this time. ഈ ശാപമുണ്ടാകിയില്ല, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും എന്നെഴുതിയിരിക്കുന്നത് പോലെ സഭയിൽ സൂപ്പർനാച്ചുറലായ പ്രകൃത്യാതീതമായ നിലയിലുള്ള ദൈവിക വെളിപ്പാടുകൾ ഈ കാലങ്ങളിൽ ഇനി മുൻപോട്ട് അതിന്റെ പൂർണ്ണ നിലയിൽ വരാൻ പോകുകയാണ്. കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന തൊടുന്ന അനുഭവം സഭയിൽ The church is going to arise in such authority, such glory, that people will see the name of Jesus written on you, and the nations will be afraid of you. മാത്രമല്ല, ലോക രാജ്യങ്ങൾ, ലോകത്തിലെ ജനങ്ങൾ നിങ്ങളുടെ നെറ്റിമേൽ യേശു കർത്താവിന്റെ നാമം എഴുതിയിരിക്കുന്നത് അവരുടെ കണ്ണാലെ കണ്ട് അമ്പരന്ന് പോകുന്ന നാളുകൾ. Oh, the Bible says this is what is going to happen, is that you will have an extraordinary favor, extraordinary release of people, that you will see, people will see what is happening in your life. ദൈവത്തിന്റെ വചനം പറയുന്നത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നിനക്ക് ദൈവം തരുന്ന കരുണ, ആ ഫേവർ കാരണം ജനങ്ങൾ നിന്റെ മേൽ ദൈവം ചെയ്ത മഹാപ്രവൃത്തികൾ കാണും. ഇതെന്തൊരു ദൈവപ്രവൃത്തി എന്ന് പറയുമ്പോൾ, meaning to say there will be an accelerated restoration. അതിന്റെ അർത്ഥം ദൈവം സകലവും പഴയ പോലെ ആക്കി തീർക്കുന്ന, റെസ്റ്റോർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വേഗതയിൽ നടക്കും. The book of Amos chapter 9 and verse 13 onwards, the Bible says like this. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും. Oh, that is the word attached to this prophecy. ഈ ദൈവവചനത്തോട് ചേർന്നുള്ള ഒരു പ്രവചനമാണ്. Amos chapter 9 verse 13 to 15. ആമോസ് 9:13 മുതൽ 15 വരെ ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. Oh, the Bible is saying that there will be the pace of the restoration will be so fast. ദൈവം കാര്യങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന, റിസ്റ്റോർ ചെയ്യുന്ന, അതിന്റെ മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടിരുന്ന വളരെ വേഗം നടക്കും. I am looking and seeing some of the youth, some of the people of God, men of God, who will say, will not wait for time. They will accelerate the time, and they will say the time is now, revival is now, harvest is now. We are going to arise and shine for the glory of God. ഞാൻ എന്റെ മുമ്പിൽ കാണുന്ന ബാലകരെയും യുവാക്കന്മാരെയും അവരെ ഒരു കാലത്തിനു വേണ്ടി കാത്തിരിക്കുകയില്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് അത് ഇപ്പോൾ നടക്കും, ഇപ്പോൾ ഞാനത് കാണും എന്ന് പറഞ്ഞ് കുതിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ കാണുക. Oh, the Bible is saying, connected to this, in verse Isaiah 60, arise, shine, for the light has come, the glory of the Lord has risen upon you. Behold, darkness shall cover the earth, deep darkness the people, but the Lord will arise upon you, and the Gentiles shall come to your light, and the kings to the brightness of your rising. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നീ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഓ, അന്ധകാരം ജാതികളുടെ മേലും കൂരിരുട്ട് വംശങ്ങളുടെ മേലും വരുമ്പോൾ നിന്റെ മേലോ യഹോവയുടെ തേജസ് പ്രത്യക്ഷമാവും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും. Meaning to say, there is going to be an unusual harvest if the church believes in itself, if the church realizes its responsibility, if the church realizes its authority, if the church realizes why it is on this planet. I'll tell you, your light, your glory will be seen, and Gentiles will run to your church. No more advertisements. The Holy Spirit and the presence of God will be your address. അതിന്റെ അർത്ഥം സഭ തങ്ങൾ തന്നെ ആരെന്ന് തിരിച്ചറിയുമ്പോൾ, സഭ എന്താണെന്ന് സഭ തിരിച്ചറിയുമ്പോൾ, സഭയുടെ മഹത്വം, സഭയുടെ അധികാരം, സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന അതിന്റെ പദവി തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ജാതികൾ, രാജ്യങ്ങൾ അതിന്റെ ഉദയശോഭയിലേക്ക് പാഞ്ഞു വരും. ഞങ്ങളും വരുന്നു എന്ന് പറയുന്ന കാലങ്ങളാണ്. Oh, the Amos chapter 9 verse 13 to 15
in the Message translation reads like this. ആമോസിന്റെ പ്രവചനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ അതിന്റെ മെസ്സേജ് ബൈബിൾ ഇങ്ങനെയാണ്. Yes, indeed, I won't be long now. It is God's decree. God is a King of kings and he makes a decree. ഇവിടെ ഇതാ ദൈവത്തെ രാജാവായിട്ട് പറഞ്ഞു ദൈവം ഒരു വിളംബരം ചെയ്യുന്നു. And things are going to happen so fast that your head will swing one thing fast on the heels of another. കാര്യങ്ങൾ അതിവേഗം നടക്കുന്ന കണ്ട് നിങ്ങളുടെ തലയ്ക്ക് അത് പിടികിട്ട തല സ്വിം ചെയ്യും, നിങ്ങളുടെ തല കറങ്ങുമാറ് വളരെ വേഗത്തിൽ കർത്താവ് അത് You ചെയ്യും. won't be able to keep up. Everything will be happening at once. Everywhere you look, blessing upon blessing. നിങ്ങൾക്ക് അത് വഹിച്ചുകൂടാതെ വണ്ണം നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം അനുഗ്രഹം, അനുഗ്രഹത്തിന്റെ മാരി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത വഹിക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തി. Blessing like the wine pouring off the mountain and the hills. I will make everything right again for my people, says the Lord. പ്രകാരമുള്ള അനുഗ്രഹം മലകളിൽ നിന്ന് വീഞ്ഞൊഴുകി വരുന്നത് പോലെ, പർവ്വതങ്ങളിൽ നിന്ന് പുതുവീഞ്ഞ് കുതിച്ചൊഴുകി വരുന്ന പോലെ ദൈവിക അനുഗ്രഹം നിങ്ങളുടെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാതെ വിധം ദൈവ പ്രവൃത്തി നിങ്ങൾ. That is talking about the word of God and the anointing, the pasture and the fruitfulness, which is the Sharon and the Lebanon, which 35:2 is talking. 35 നമ്മൾ കാണുന്ന ഷാരോനും ലെബനോനും എന്ന് പറയുന്ന അനുഭവം അതാണ്. ദൈവവചനത്തിന്റെയും ദൈവിക അഭിഷേകത്തിന്റെയും കവിഞ്ഞൊഴുക്കിനാൽ സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവൃത്തികൾ കാണുമ്പോൾ ലോകം, ജാതികൾ, രാജ്യങ്ങൾ ഭയന്ന് അതിലേക്ക് ഓടി വരും. Oh, I am telling you, I am talking to people who are receiving the word in all seriousness. They will have the anointing. They will not lose the anointing. They will take care of themselves, abiding in Christ, receiving from him. He is the vine and we are the branch. And let me tell you, you will become the display of blessing and you will never be able to, the blessing will overtake you according to Deuteronomy 28:2. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് ആർക്കാണ് സംഭവിക്കുന്നത്? യേശു കർത്താവ് തന്നെ സാക്ഷാൽ മുന്തിരിയും അവനിൽ കൊമ്പുകളുമായി ആ കർത്താവിൽ വസിച്ച് തങ്ങളെ തന്നെ കർത്താവിൽ ഏൽപ്പിച്ച് തങ്ങളെ തന്നെ സൂക്ഷിച്ച് കർത്താവിൽ മുൻപോട്ട് പോകുന്ന ജനങ്ങളിലൂടെ ഈ മഹാകവിഞ്ഞൊഴുക്ക് ലോകം കാണുക തന്നെ ചെയ്യും. If the blessing of Abraham was in Hebrews chapter 6 and verse 14, where blessing I will bless you and with multiplication I will multiply you, that was the blessing of Abraham through Christ that has come upon us. ഇബ്രായ ലേഖനം 6:14 നമ്മൾ വായിക്കുന്നു, അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അബ്രഹാമിനോട് അരുളിച്ചെയ്ത ആ അനുഗ്രഹം ക്രിസ്തു മുഖേന എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുക. If that is the blessing upon Abraham, according to Isaiah 32:2, when it is talking about the goodness, excellence of Carmel and Sharon, it is flourishing with flourishing. ശ്രദ്ധിക്കാതെ അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മളിൽ വന്നെങ്കിൽ യെശയ്യാ 35 നമ്മൾ വായിച്ച പോലെ കർമ്മേലിന്റെ ഷാരോണിന്റെ ആ കവിഞ്ഞൊഴുക്കെന്ന് പറഞ്ഞാൽ അതേ അനുഗ്രഹം വീണ്ടും അതിമഹത്തായ നിലയിൽ കവിഞ്ഞൊഴുകുകയാണ്. Flourishing with flourishing. അത് മഹത്വപൂർണ്ണമായി വീണ്ടും വീണ്ടും പൂത്തുലയുകയാണ്. Meaning to say, it is like an adorning upon the hills, just like the Lebanon, the cedar is an adorning upon Lebanon. Your flourish, churches will flourish upon flourishes by the distinguished power of Christ, the grace of his power. ഒരു പർവ്വതം മുഴുവൻ വീണ്ടും ഒരു മഹത്വത്തിന്റെ പുതപ്പ് പുതച്ചാൽ എങ്ങനെ ഇരിക്കും? ആ ലെബനോണിലെ ദേവദാരുക്കൾ അതിനെ അലങ്കരിച്ചാൽ എങ്ങനെ ഇരിക്കും? ആയതുപോലെ തന്നെ സഭകൾ അതിന്റെ ദൈവ പ്രവൃത്തിയിൽ, അഭിഷേകത്തിൽ, ദൈവ മഹത്വത്തിൽ, അനുഗ്രഹത്തിൽ നിറഞ്ഞു പ്രകാശിക്കുന്ന നാളുകൾ. Flourishing by flourishing. അത് നിറഞ്ഞു പ്രകാശിക്കുകയാണ്. And that will be the effect of the power of grace of Christ that is upon the church by his power. കർത്താവ് തന്റെ ശക്തിയാൽ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന മഹാകൃപയിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വമാണ്. It will be a distinguishing the power and evidence that comes from the proof that is the faith in Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ലഭിക്കുന്നതിന്റെ തെളിവായിരിക്കും. I want to tell you again, the glory will be so evident that every church, every meeting, everywhere you and me walk, infallible proofs will be displayed by the power of God.
മഹത്വം അപ്രകാരം നിറഞ്ഞു കവിയും. എങ്ങനെയെന്നറിയാമോ? ഞാനും നിങ്ങൾ നടന്നു പോകുമ്പോൾ അതിന്റെ സാന്നിധ്യത്തിൽ രോഗികൾ സൗഖ്യമാകുകയും ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയും ചെയ്യുന്ന നിലയിൽ ഈ ദൈവമഹത്വം നിറയും. In the book of Acts, when Jesus rose up, കർത്താവായ യേശുവിന്റെ പുനരുത്ഥാന സമയത്ത്, and when Jesus rose up from the dead, യേശു മരിച്ചവരിൽ നിന്ന് the ഉയർത്തപ്പെട്ടു. Bible says, ബൈബിൾ പറയുന്നു 40 days 40 he ദിവസം proved to the disciples, തന്റെ ശിഷ്യന്മാർക്ക് താൻ തെറ്റിക്കൂടാത്ത തെളിവുകളാൽ തെളിയിച്ചു കൊടുത്തു. those disciples who did not believe him, those disciples who were not yet born again, meaning to say, even people who are not born again, even people who could not understand the gospel, but with the signs and wonders and miracles which will be evident to all by the faith that you are going to operate. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് തെറ്റിക്കൂടാത്ത തെളിവുകളാൽ അവർ വീണ്ടും വീണ്ടും അവിശ്വസിച്ചിട്ടും വെളിപ്പെട്ടതുപോലെ അവർ വീണ്ടും ജനന അനുഭവം പ്രാപിക്കുന്നതിന് മുമ്പേ അവർക്ക് വെളിപ്പെട്ടെങ്കിൽ ഇതുവരെയും കർത്താവിനെ അറിയാത്ത ആ പുതുജന്യ അനുഭവം ലഭിക്കാത്ത ജനങ്ങളുടെ മധ്യത്തിലേക്ക് സഭയിലൂടെ കർത്താവ് അതിമഹത്വത്തോടെ വീര്യ പ്രവൃത്തികളാൽ ദൈവ പ്രവൃത്തികളാൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത നിലയിൽ വെളിപ്പെടും. Oh, I want to talk to everyone who is listening to me. Let today, tonight, by the hearing of this word, let this word be accomplished in your life. I want to tell you, you who are filled with the glory of God, whatever you do will prosper in an excellence. Businessman, gear up for an excellence. Wherever you walk, wherever you touch, the infallible proof that Christ is in you will be displayed. ആകയാൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് തുറയുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സുവിശേഷത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടാക്കുന്ന എക്സലന്റ് വേയിൽ വിശിഷ്ടമായ നിലയിൽ ഈ കാലം നിങ്ങളിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പോകും. Because when the glory of God is coming, the presence of God surrounds you. As Psalms 114 says, hey Jordan, why are you fleeing? Hey mountains, why are you leaping up and down? They all say one thing, there is a group coming, 3 million coming. It is not the crowd but the presence of God that is accompanying them. 114 സങ്കീർത്തനം പറയുന്ന പോലെ, പർവ്വതങ്ങളെ നിങ്ങൾ കുന്നുകളെ നിങ്ങൾ തുള്ളുന്നത്, പർവ്വതങ്ങളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നത്. ഓ, വരുന്നുണ്ട് ഒരു ജനം, 30 ലക്ഷം ജനം. ആ ജനമല്ല, മറിച്ച് അവരുടെ മേലെ ഒരു മഹത്വം നിൽക്കുന്നു. ആ മഹത്വം നിൽക്കുന്നതിനാൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന പോലെ ഈ കാലഘട്ടം ദൈവത്തിന്റെ ജനത്തിലൂടെ ലോകമിളകുന്ന കാലം. When I was preparing the message, I saw a vision like this. ഈ സന്ദേശം എനിക്ക് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദർശനമുണ്ടായി. When Israel was marching forward, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് മുമ്പോട്ട് മാർച്ച് ചെയ്യുമ്പോൾ, the very news that Israel is coming was creating fear and panic upon the people. ഈ ജനം വരുന്നുവെന്ന് കേട്ടപ്പോൾ ഓരോ സ്ഥലത്തുള്ള ജനങ്ങൾ പരിഭ്രാന്തരായി എന്ന് നമ്മൾ വായിക്കും. Because the presence of God with them was shaking the place. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് അവരുടെ മേൽ നിന്ന ദൈവ മഹത്വം നിമിത്തം അവരെ കണ്ടപ്പോൾ ജനങ്ങൾ ഉരുകിപ്പോയി നമ്മൾ വായിക്കും. They did not have any weapon, they did not have any ammunition, they did not have any army, but God was their strength, God was their everything, God was in front of them, God was behind them. Oh, the Bible says righteousness shall be your breastplate and the glory of God your rear guard. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിട്ടല്ല, അവരുടെ കയ്യിൽ വലിയൊരു ആർമി ഉണ്ടായിട്ടില്ല, മറിച്ച് ദൈവം തന്നെ പടനായകനായി, ദൈവം തന്നെ അവരുടെ രക്ഷാ കവചമായി, ദൈവം തന്നെ അവരുടെ മേൽ മഹത്വമായി നിന്നതുകൊണ്ട് അവരെ കണ്ട ജനം ഭയന്ന് വിറച്ചു എന്ന് നമ്മൾ വായിക്കും. Oh, they trusted what God told them. ദൈവം അവരോട് എന്തു പറഞ്ഞു അത് അവർ പരിപൂർണമായി ആശ്രയിച്ചു. Oh, I saw something very beautiful. ഞാൻ കണ്ട കാഴ്ച വളരെ പ്രത്യേകതയുള്ളതാണ്. The very news that Israel is coming, the Jericho, the whole wall, they shut it tight. No one goes out, no one goes outside because Israel is coming. ഇസ്രായേൽ വരുന്നുവെന്ന് കേട്ടപ്പോൾ ഭയം കാരണം എരിഹോ പട്ടണം, അത്ര അടച്ചുറപ്പുള്ള പട്ടണം, അതിലെ ജനങ്ങൾ പരിഭ്രാന്തരായി അവരുടെ പട്ടണം, അവരുടെ കോട്ട അടച്ച് ഉറപ്പാക്കിയിരുന്നു നമ്മൾ വായിക്കും. Oh, God told Joshua, see, I have given you Jericho. എന്നാൽ യോശുവയോട് ദൈവം പറഞ്ഞു, എരിഹോ നിനക്ക് നൽകിയിരിക്കുന്നു, നീ അത് നോക്കി കാണുക. See, it is already given. നിന്റെ നൽകി കഴിഞ്ഞിരിക്കുന്നു. Oh, when the Bible says, when Joshua came, he did not use arms, he did not use ammunition, he did not have an army, but they thought they will push the door. The door was not there. The whole wall collapsed before the
presence of God. ശ്രദ്ധിക്കുക, യോശുവ വന്നപ്പോൾ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് ദൈവമഹത്വത്തിന്റെ തണലിൽ അവര് വന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ആർമി ഉണ്ടായിരുന്നില്ല, അവർക്ക് ഒരു ആയുധം ഉണ്ടായിരുന്നില്ല, അവരെ കതകനെ പിടിച്ചുലച്ചില്ല, പട്ടണത്തിന്റെ വാതിലിന് അവരൊന്നും ചെയ്തില്ല. മറിച്ച് ആ വാതിലടക്കം ആ കോട്ട മുഴുവനായി അവരുടെ മുമ്പിൽ ഇരുന്നു പോകുകയായി. Oh, the Holy Spirit is telling me 2022, everyone who was against you will be frustrated because they are expecting you to against them, you to speak against them. But as you are marching, they cannot see something, the presence of God which is surrounding you. You will be just, the Holy Spirit gave a word. This year, it is a year of walkover, meaning unopposed glorious presence. ഓ, യെരിഹോ പട്ടണക്കാരോർത്തത് ഈ ജനം വരുമായിരിക്കും, ഞങ്ങളുടെ കതകിനെ ഉലയ്ക്കുമായിരിക്കും, ഞങ്ങളുടെ കോട്ടക്കിടിക്കുമായിരിക്കും, ഞങ്ങൾ ചെയ്തതിന് പകരം ചെയ്യുമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ജനമേ, ഈ കാലഘട്ടങ്ങൾ നിനക്കെതിരെ സംസാരിച്ചവർക്കെതിരെ നീ സംസാരിക്കില്ല, നിനക്കെതിരെ ചെയ്തവർക്കെതിരെ നീ ഒന്നും ചെയ്യില്ല. മറിച്ച് മഹത്വാനായ കർത്താവിന്റെ മഹത്വത്തിന്റെ കീഴിൽ നീ മുൻപോട്ട് കുതിക്കുമ്പോൾ നിന്റെ മുമ്പിൽ അവർക്കൊന്നും നിൽക്കാനാകാതെ വണ്ണം പരിഭ്രാന്തരായി ചെയ്തു. Oh, I can see the army getting ready in Jericho. They are pushing the door so that no one can open it. The army is looking, but some foolish people, who don't know anything, they are just walking around the wall of Jericho. Oh, the army might be thinking, what are they doing? Foolish people, take arms, take ammunition. You cannot enter. But time came. The whole wall was trembling. They were thinking, what is happening? They were going down and down and down, and they vanished. And it was a walkover for Joshua. എരിഹോവിലെ പട്ടണത്തിലെ ബലശാലികൾ, എരിഹോ പട്ടണത്തിലെ മല്ലന്മാർ ആ കതകിനെ ഇറുകെ തള്ളിപ്പിടിച്ചിരുന്നു. അവർ ഞങ്ങളെ തുടരുത്. അവരുടെ സൈന്യങ്ങൾ, അവരുടെ പടയാളികൾ ഉണർന്ന് വളരെ ജാഗ്രതയോടെ ഇരുന്നു. എന്നാൽ ഇവിടെ ഇതാ കുറെ മണ്ടന്മാർ, അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല, അവർ പറഞ്ഞതിനെതിരെ ഒന്നും പറയുന്നില്ല. ആ മണ്ടന്മാർ ആ മതിലിന് ചുറ്റും അങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവരുടെ തലമേൽ ദൈവമഹത്വം നിന്നു. അവർ കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ ചലിച്ചു. അവരുടെ മുമ്പിൽ അടച്ചുറപ്പാക്കിയ ആ കോട്ട താനേ ഇരുന്നു പോയി. I want to tell you, those who suffered for Christ, those who suffered without speaking a word, these years you might have kept your mouth shut, but 2022, God is arising, stirring up the Lion of the tribe of Judah. He will speak for you. He will answer for you. He will answer with his glory, which is your rear and the front shield. ഈ 2022 കഴിഞ്ഞ നാളുകൾ മുഴുവൻ നീ ഒരു വാക്കും ഉരിയാടാതെ നിനക്കെതിരെ പലതും വന്നപ്പോൾ നീ കർത്താവിൽ അർപ്പിച്ച ദൈവവചനാണോ? എന്നാൽ ഈ നാളുകൾ മിണ്ടാതിരുന്ന നിനക്ക് വേണ്ടി, മണ്ടനായിരുന്ന നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് തന്റെ പ്രവൃത്തി ചെയ്യുന്ന നാളുകളായിരിക്കും. Oh, I can hear Jesus tell you right now, when Jesus said, let us go to the other side, he and his disciple entered into the boat. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശു പറഞ്ഞ വാക്ക് എന്റെ കാതിൽ മുഴങ്ങുന്നു, നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ യേശു തന്റെ ശിഷ്യർ ഒരേ പടകിൽ കയറി. Oh, when they were in the boat, the storm came. ആ വള്ളത്തിൽ, യേശുവുള്ള വള്ളത്തിൽ ഇതാ വലിയ കൊടുങ്കാറ്റ് അടിച്ചു. Oh, they were afraid and said, please, don't you see we are perishing? അവരെ കണ്ടമാനം ഭയപ്പെട്ടിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നത് യേശു കാണുന്നു. Jesus stood up and said, harpu, be still. The storm was silent. ഉറങ്ങിക്കിടന്ന് യേശു ചാടി എഴുന്നേറ്റ് ഹാർപ്പൂ, കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് കാറ്റ്. Then he turned around to the disciple and said, where is your faith? ഉടനെ കർത്താവ് തിരിഞ്ഞ് ശിഷ്യരോട് ചോദിക്കണം, നിങ്ങളുടെ വിശ്വാസം. You walked with me, you saw the bread multiply, you saw the lame walk, you were with me, you were talking with me, sitting with me. Where is your faith? യേശുവിനോട് ചോദിക്കാൻ, ഇത്രയും നാളും നിങ്ങൾ എന്റെ കൂടെ അല്ലായിരുന്നു, ഞാൻ അപ്പം വർദ്ധിപ്പിച്ച നിങ്ങൾ കണ്ടില്ലേ, ഞാൻ രോഗികൾ സൗഖ്യമായി നിങ്ങൾ കണ്ടില്ലേ, എവിടെ നിങ്ങളുടെ വിശ്വാസം? This is the same question tonight Jesus is asking you. You have read the Bible, you have seen signs and wonders, you have seen miraculous presence. This 2020
22. Do not rest. Stir up the faith inside of you, because you are going to be the champion. You are going to cross over. You are going to make the breakthrough through Christ who is inside of you. 2022 കടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതേ ചോദ്യം ചോദിക്കുകയാണ്. നീ തിരുവചനത്തിൽ വായിച്ചില്ലേ? എന്റെ പ്രവൃത്തികൾ നീ കണ്ടില്ലേ? നിന്റെ ജീവിതത്തിൽ കണ്ടില്ലേ? സഭയിൽ നീ കണ്ടില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നീ കണ്ടില്ലേ? ആകയാൽ ഉണരുക. നിന്റെ മുമ്പിൽ ഒരു കാറ്റും നിൽക്കയില്ല. നിന്റെ അകത്ത് നിന്റെ ശക്തി നീ പ്രകടമാക്കുക. I want to stir up the church. Stop sleeping. Wake up from the sleep. Arise the Lion of tribe of Judah that is in you. Arise the King of glory that is in you. Step forward. Make a step in radical faith. Something unusual is happening. ഇന്ന് രാത്രി സഭയെ ഞാൻ വീണ്ടും ഉണർത്തെ. ഉറക്കം വിട്ട് ഉണർന്നാട്ടെ. സഭയെ ചാടി ഉണർന്നാട്ടെ. നിന്നിലുള്ള യഹൂദ ഗോത്രത്തിലെ സിംഹം ഗർജിക്കട്ടെ. നിങ്ങളുള്ള ശക്തൻ മുൻപോട്ട് കുതിക്കട്ടെ. തന്റെ വലിയ പ്രവൃത്തിക്കായി ഇതുവരെ വ്യാപരിച്ചിട്ടില്ലാത്ത അതിതീവ്ര വിശ്വാസം, റാഡിക്കൽ ഫെയ്ത്ത് നിന്റെ അകത്ത് ഉയർന്ന് ദൈവ പ്രവൃത്തികൾ വെളിപ്പെടും. Don't be satisfied with the worship. Don't be satisfied by attending the church. But when you walk, your shadows will have miracle. You will prove to the world that Jesus is alive and you are the carrier. You are the dispenser of the glory of God. സാധാരണ ആരാധനയിലും ഒരു സാധാരണ പരിപാടിയിലും തൃപ്തനാകാതെ നീ കടന്നു പോകുമ്പോൾ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്നതിൽ ദൈവത്തിന്റെ മഹത്വം, അതിന്റെ ഏറ്റവും വിശിഷ്ടമായ എക്സലന്റ് നിലയിലുള്ള ദൈവമഹത്വം നിന്റെ മേൽ വന്നിരിക്കുന്നു. Do you know, church, Ephesians 1:19, the Bible says the unmeasurable power that raised Jesus from the dead and seated in higher places, that is in you. I want to encourage you. Nothing is impossible. Healing is yours. Health is yours. Prosperity is yours. Blessing is yours. Flourishing is yours. Someone has stolen 2022. Take it back by force, by the faith, God-given faith. എഫെസ്യലേഖനം 1:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ പുനരുത്ഥാന ശക്തി, അതേ ശക്തി നിങ്ങളുടെ അകത്തിരിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്. സൗഖ്യം നിങ്ങളുടേതാണ്. വിടുതൽ നിങ്ങളുടേതാണ്. സമൃദ്ധി നിങ്ങളുടേതാണ്. ഉയർച്ച നിങ്ങളുടേതാണ്. വിശിഷ്ടമായ നന്മകൾ നിങ്ങളുടേതാണ്. വിട്ടുകൊടുക്കയില്ല എന്റേതെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന നാൾ. Oh, do not be ashamed to talk about faith. Do not be ashamed to stir yourself up. People will say this is foolishness, but you and me know this is the power of God. They cannot see it, but you are enjoying it. ലോകം നിന്നെ ഒരുപക്ഷെ നിന്ദിച്ചേക്കാം. എന്നാൽ നീ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ലോകം എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസത്തിന് സാക്ഷിയാകാം. നിന്റെ വചനത്തിന് സാക്ഷിയാകാം. Hallelujah! I want you to become violent men and women in faith. ആകയാൽ വിശ്വാസത്തിൽ തീവ്രതയുള്ളവരായി ബലാത്കാരികൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന പോലെ വിശ്വാസികളാണ്. Even now as you are at your home, start speaking the word and start racing up and down in your house. ആകയാൽ ഇന്ന് രാത്രി ഈ അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് വീട്ടിലിരിക്കുമ്പോഴും ഉറങ്ങുകയല്ല, ഒന്ന് ഉണർന്നെഴുന്നേറ്റ് വീട്ടിൽ കൂടെ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന പോലെ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ട് വചനം സംസാരിച്ചുകൊണ്ട് Oh, have you seen a lion? He's walking up and down. He's walking up and down. He's getting ready to take over something. He's walking up and down. Just like the woman of the blood flow, she started telling herself, I'm going to arise. I'm going to go there. I'm going to touch. I will be healed. She started to stir up the radical faith first in herself. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു സിംഹം അത് ഇരയെ കാണുമ്പോൾ അത് ആ കൂട്ടിനകത്ത് അസഹിഷ്ണുമായി നടക്കുന്ന പോലെ അതിനെ തന്നെ ഒരു സിംഹം ഗർജിക്കുന്ന പോലെ നിങ്ങളുടെ അകത്തെ വിശ്വാസത്തിന്റെ മനുഷ്യൻ ഇതാ ഗർജനത്തോടെ ആ ഭവനത്തിൽ നടന്നാട്ടെ. ആ രക്തസ്രവക്കാരിയായ സ്ത്രീ, അവളുടെ അകത്ത് ആർക്കും ഉണ്ടാകാത്തൊരു വിശ്വാസം, ഒരു റാഡിക്കൽ ഫെയ്ത്ത് ഉണ്ടായി. ഞാൻ പോയി തൊടും, ഞാൻ അവനെ പോയി തൊടും, എനിക്ക് സൗഖ്യം വരും, 12 വർഷം വിഷയമല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ വിശ്വാസം നിങ്ങളുടെ അകത്ത് കത്തിച്ചു. She has no evidence. She has not seen anything. She has just heard the word. But first she started to pump faith into her. ഇപ്രകാരം മറ്റൊരാൾക്ക് സൗഖ്യമായിട്ടുണ്ടോ? ഇപ്രകാരം ഒരു റിപ്പോർട്ട് ഉണ്ടോ? അവൾക്കത് വിഷയമല്ല. അത് അവൾ നോക്കിയിട്ടില്ല. അവൾ യേശുവിനെ കുറിച്ച് കേട്ടേ ഉള്ളൂ. എനിക്കും കിട്ടും, എന്റെ വിഷയത്തിലും കിട്ടും എന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുക. She has started from the house. There was no one to encourage her. She has lost everything. Nothing to support her. She's pumping her faith. I will go there. I will go there. She is talking to herself. Radical faith first starts to speak. And when you speak, you hear, and faith
starts to come inside of you. അവളുടെ ഭവനത്തിൽ അവളെ ഉത്സാഹിപ്പിക്കാൻ ആരുമില്ല. അവളെ സകലവും നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ മുതലെല്ലാം വൈദ്യന്മാർ കൊടുത്തിരുന്നു. നിരുത്സാഹത്തിന്റെ വാക്കല്ലാതെ ഒന്നും അവൾക്കില്ല. പക്ഷെ അവൾ തന്നെ അവളെ ഉത്സാഹിപ്പിച്ചു. അവൾ തന്നെ വിശ്വാസം അവളിൽ പമ്പ് ചെയ്ത് അവളെ റാഡിക്കൽ ഫെയ്ത്തുകാരത്തിയായി, ഞാൻ പോകും, ഞാൻ അവനെ തൊടും, ഞാൻ സൗഖ്യമായി വരും. Even before she stepped out of the house to get into the crowd, I believe she was walking in and out restlessly and saying, no, I will go, I will go, I will go the same way. Tonight, don't speak silent. Don't let this be another message. Arise and say, no, 2022, I am the blessed one, I am the appointed one. I am already healed. Blessing belongs to me. Flourishing upon flourishing belongs to me. The every excellency of greatness belongs to me. I will not compromise. I will not be silent. The violent shall take it by force. ആകയാൽ ദൈവത്തിന്റെ പൈതലെ, ആ രക്തസ്രാവക്കാരിയെ പോലെ അവള്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നിങ്ങൾ തന്നെ നിങ്ങളെ പമ്പ് ചെയ്താട്ടെ, നിങ്ങളുടെ വിശ്വാസം ഉപയോഗിച്ചാട്ടെ. Oh, there you have a faith. You have a faith. God's faith is inside of you. നിങ്ങളുടെ അകത്ത് ഒരു വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ അതേ വിശ്വാസം നിങ്ങളുടെ അകത്ത് നൽകി. If you don't believe, it is better you put the Bible and throw it off. If the Bible says you have received the same faith as Jesus inside of you, you will do the works what Jesus did and greater works, because he has promised so. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യും, ഞാൻ ചെയ്തതിലും വലിയത് നിങ്ങൾ ചെയ്യുമെന്നും. ആ ദൈവത്തിന്റെ അതേ വിശ്വാസം, അതേ precious faith നിങ്ങളുടെ അകത്ത് നൽകപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? അല്ലെങ്കിൽ തിരുവചനം മാറ്റിവെക്ക്. ഈ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട്. Oh, the whole story, if you read, this lady is now going to step out. നിങ്ങൾ ഈ വചനം ആ ഭാഗം മുഴുവൻ വായിച്ചാൽ ഈ സ്ത്രീ തന്റെ ഉള്ളിൽ വിശ്വാസം നിറച്ച് അവളെ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ചു. She has a blood flow. By law she cannot come into the crowd, but when faith is pumped out, every law moves out and faith prepares the way. അവളുടെ നിയമപ്രകാരം, മതനിയമപ്രകാരം, ന്യായപ്രമാണ പ്രകാരം അവൾക്ക് ഒരിക്കലും വെളിയിൽ പോകാനൊക്കില്ല. രക്തസ്രാവക്കാരി സ്ത്രീ സ്വയം അടച്ചു മുറിയിലിരിക്കണം. എന്നാൽ അവളുടെ അകത്ത് വ്യാപരിച്ച വിശ്വാസത്തിന്റെ പുതിയ നിയമം, ആ പഴയ നിയമത്തെ മാറ്റിക്കളഞ്ഞ് അവൾ മുമ്പോട്ട് കുതിക്കുകയാണ്. ഞാൻ അവനെ തൊടും, ഞാൻ സൗഖ്യത്തോടെ മടങ്ങി വരും. Leave around the cloud, leave the crowd, but the one who is walking with Jesus is the ruler of the synagogue. He can order and she will be stoned to death. ഓ, ആ പുരുഷാരത്തെ അവള് മാറ്റ്. പുരുഷാരത്തിന്റെ കാര്യം പോകട്ടെ, മാത്രം അവൾ അംഗമായിരിക്കുന്ന പള്ളിയുണ്ടോ, ആ പള്ളിയിലെ പ്രമാണിക്ക് ഇവളിത് ചെയ്തു, അശുദ്ധയാക്കി എന്ന് പറഞ്ഞ് കല്ലെറിയുവാൻ സാധിക്കും. Oh, Jairus is the ruler of a synagogue. If he finds her out, he can execute her then. യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. ഓ, അവനും ഒരു സിനഗോഗിന്റെ അധിപനാണ്, അവന് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. Oh, but look at faith. Faith goes forward. Faith never looks at opposition. Faith does not look at impossibilities, because faith makes way and he takes it by force. Jesus also had to acknowledge and say, your faith has made you whole. എന്നാൽ വിശ്വാസത്തെ നോക്ക്. വിശ്വാസം ഒരിക്കലും പ്രതികൂല സാഹചര്യങ്ങളെ നോക്കുന്നില്ല, അസാധ്യതകളെ കാണുന്നില്ല. അത് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എനിക്കത് സംഭവിക്കും. നോക്കവൾക്ക് സംഭവിച്ചത്. ആ തൊട്ട ക്ഷണത്തിൽ അവള് സമ്പൂർണ്ണ സൗഖ്യമായി. 2022 is acceleration. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം വേഗത കൂടി ദൈവപ്രവൃത്തി. You won't be able to keep up with the pace of God. ദൈവത്തിന്റെ കൃപയ്ക്ക് വെളിയിലല്ല നിങ്ങൾ. അല്ല, പേസ് ദൈവത്തിന്റെ വേഗതയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് ഓടാൻ പറ്റത്തില്ല. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വർഷം. Faith is going to accelerate. The Bible says it will be so fast. തിരുവചനം പറയുന്നു അത് അത്ര വേഗത്തിലായിരിക്കും. It will be so fast. അത്രമേൽ വേഗത്തിലായിരിക്കും. Blessing upon blessing, fruitfulness upon fruitfulness. അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം, ഫലപ്രാപ്തിയുടെ മേൽ ഫലപ്രാപ്തി. I want to tell you something. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, Jesus has paid the price. യേശു അതിനു വേണ്ടി വില മുഴുവൻ കൊടുത്തു. You are heir of everything. യേശു കർത്താവ് വില കൊടുത്ത് നേടിയ സകലത്തിനും നിങ്ങൾ കൂട്ടവകാശിയാണ്. Health belongs to you. ആരോഗ്യം നിങ്ങളുടേത്. Financial prosperity, beautiful houses, lands, cities that you have not built,
all are the promises of God for you. സാമ്പത്തിക നന്മ, സമൃദ്ധി, ആരോഗ്യം, നല്ല വീടുകൾ, പട്ടണങ്ങൾ പണിത് അവകാശമാക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കും. It is yours. നിങ്ങളുടേതാണ്. If you don't have it, someone has stolen it. നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ടത് ആരോ മോഷ്ടിച്ചിരിക്കുക. 2022 2022 is for men and women of faith. വിശ്വാസത്തിന്റെ വ്യക്തികളുടേതാണ്. Men and women of faith who will pull the roof down to reach Jesus. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ എത്തുവാൻ വേണ്ടി വീടിന്റെ മേൽപ്പുര പറിച്ചെറിഞ്ഞവരെ പോലെ അവരുടേതാണ് 2022. I want to tell you tonight, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, expectation arise. നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ ഉയരട്ടെ. Trust the word. ദൈവവചനത്തിൽ ആശ്രയിക്കുക. If that one meeting with Jesus changed the life of Peter, പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനിടയാക്കിയെങ്കിൽ tonight ഇന്ന് രാത്രി is your appointment with Jesus. ഇതാ യേശുവുമായി നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയം. One moment, ഒരൊറ്റ നിമിഷം മതി. within minutes, അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ something extraordinary is happening. മഹത്വമേറിയ ചില സംഭവിക്കുകയാണ്. Extraordinary is happening. അനിതര സാധാരണമായത്. Lift your hands wherever you are. എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ We are going to welcome the new year. പുതുവർഷത്തിലേക്ക് നമുക്ക് കടക്കാം. Shout the name of Jesus. യേശുവേ എന്ന് വിളിച്ചോളൂ. യേശുവേ. Jesus.